സ്ക്രീനിലൂടെ പിന്നെ കാണുകയും അവിടെ ബോക്സിലൂടെ കേൾക്കുകയോ ചെയ്യുന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നതാണോ എന്തോന്ന് അറിയില്ല. അപ്പോൾ ചോദ്യം കടലാസിൽ എഴുതി കാണുന്നു. ഉസ്താദെ, ശുദ്ധിയായാൽ അതിന്റെ മുമ്പുള്ള നിസ്കാരവും ഖളാ വീട്ടണം എന്നൊരു വഅദിൽ കേട്ടു. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുമോ എന്ന്. ശുദ്ധിയായാൽ അതിന് മുമ്പുള്ള നിസ്കാരവും ഖളാ വീട്ടണം എന്ന് പറഞ്ഞത് ജംആക്കപ്പെടുന്ന നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചതാണ്. ഒരു ആർത്തവകാരിയായ സ്ത്രീയാണ്, അവൾക്ക് ശുദ്ധി വന്നത് അസറിന്റെ സമയത്താണ് എങ്കിൽ ആ അസർ നിസ്കരിക്കണം. അതിന് പുറമെ ളുഹുർ ഖളാ വീട്ടുകയും വേണം. കാരണം ളുഹുറും അസറും ജംആക്കപ്പെടുന്ന നിസ്കാരങ്ങളാകുന്നു. അതുപോലെ തന്നെ മഗ്രിബും ഇശായും ജംആക്കപ്പെടുന്ന നിസ്കാരങ്ങളാണ്. അതുകൊണ്ട് ഇശാന്റെ സമയത്താണ് ഒരു സ്ത്രീ ശുദ്ധിയായത്. അപ്പോൾ അവൾ ഇശ മാത്രം നിസ്കരിച്ചാൽ പോരാ, പിന്നെ മഗ്രിബ് ഖളാ വീട്ടുകയും വേണം. ഇത് മാത്രമല്ല, ഇനി അസർ ഖളാ ആവാൻ ലേശം കുറച്ചുകൂടി സമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പിന്നെ ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള സമയം കൂടി ബാക്കിയുള്ളൂ. ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള സമയം അസറിൽ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും മഗ്രിബാവും. എന്നാൽ പിന്നെ അവിടെ നിസ്കരിക്കാൻ നേരണ്ട ഇല്ലല്ലോ. അവൾക്ക് പോയി കുളിക്കണ്ടേ? കുളിച്ച് ശുദ്ധിയായിട്ട് വരണല്ലോ, എന്തായാലും നിസ്കരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൾക്ക് പിന്നെ ഖളാ വീട്ടാണ് അവൾ ചെയ്യുക. പക്ഷെ അവിടെ ഖളാ വീട്ടിൽ പിന്നെ അസറിന്റെ സമയത്ത്, അസറിന്റെ അവസാനത്തെ സമയമാണ് അവളുടെ രക്തം മുറിഞ്ഞത്. അവളുടെ അസറിന്റെ അവസാനത്തെ സമയം അവളുടെ രക്തം മുറിഞ്ഞ് രക്തം വരവ് നിന്നിട്ട് പാടെ നിന്നു. ഇനി ഒരു അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കൂടി കെട്ടാത്ത സമയമുണ്ട്. അപ്പോഴേക്കും മഗ്രിബാവും. എന്നാൽ അവൾ കുളിച്ച് ശുദ്ധിയായി മഗ്രിബിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മഗ്രിബിന് ശേഷം അസർ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ളുഹുറും ഖളാ വീട്ടണം. അപ്പോടെ ളുഹുറും അസറും ഖളാ വീട്ടുകയും വേണം, മഗ്രിബ് നിസ്കരിക്കും വേണം. അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. അസറിന്റെ സമയത്താണ് അവളുടെ രക്തം മുറിഞ്ഞത് എങ്കിൽ, രക്തം വരവ് നിന്നത് എങ്കിൽ, എന്നുവെച്ചാൽ ശുദ്ധിയായത് എങ്കിൽ അസർ നിസ്കരിക്കണം. അതിന് പുറമെ ളുഹുർ ഖളാ വീട്ടുകയും വേണം. കാരണം ളുഹുറും അസറും യാത്രയിൽ ജംആക്കപ്പെടാൻ പറ്റുന്ന നിസ്കാരമാകുന്നു. 132 കിലോമീറ്റർ ദൂരമുള്ള യാത്ര ഹലാലായ യാത്രയാണെങ്കിൽ അവിടെ ജംആക്കപ്പെടാൻ പറ്റുന്ന നിസ്കാരമാണ് ളുഹുറും അസറും. അപ്പൊ അസറിന്റെ സമയത്ത് രക്തം മുറിഞ്ഞാൽ അസർ നിസ്കരിക്കണം. കുടിച്ചതിന് ശേഷം അസർ നിസ്കരിക്കണം, ളുഹുർ ഖളാ വീട്ടുകയും വേണം. ഇനി അസറിന്റെ ആ സമയത്ത് അവൾക്ക് അസർ നിസ്കരിക്കാനുള്ള സമയം ഇല്ല. കാരണം അസറിന്റെ അവസാനത്തെ സമയമാണ് രക്തം മുറിയുന്നത്. ഇനി അസർ മഗ്രിബ് വാങ്ങിക്കൊടുക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ആ സമയത്താണ് അവളുടെ രക്തം മുറിയുന്നത്. അപ്പൊ രക്തം മുറിഞ്ഞാൽ ഉടനെ തന്നെ നിസ്കരിക്കാൻ പറ്റുമല്ലോ. കാരണം കുളിക്കണം, അല്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാകും മഗ്രിബ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പിന്നെ മഗ്രിബിന്റെ ശേഷം അപ്പൊ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, അവിടെ ളുഹുർ കൂടി ഖളാ വീട്ടണം. ളുഹുർ ഖളാ വീട്ടണം, അസറും ഖളാ വീട്ടണം, മഗ്രിബിന് നിസ്കരിക്കും വേണം. കാരണം പറഞ്ഞല്ലോ ളുഹുറും അസറും ജംആക്കപ്പെടുന്ന നിസ്കാരമാവുന്നു. പിന്നെ അതുപോലെ തന്നെ മഗ്രിബും ഇശായും ജംആക്കപ്പെടുന്ന നിസ്കാരമാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഹൈദ് മുറിഞ്ഞത്, രക്തവരവ് നിന്നത് ഇശായിന്റെ സമയത്താണെങ്കിൽ അവൾ കുളിച്ച് ഇശ നിസ്കരിച്ചാൽ മാത്രം പോരാ, മഗ്രിബ് ഖളാ വീട്ടുകയും വേണം. ഇനി ഇശാന്റെ അവസാനത്തെ സമയമാണെങ്കിലോ, എന്ന് വെച്ചാൽ സുബ്ഹി ബാങ്ക് കൊടുക്കാൻ കുറച്ചുകൂടിയേ ഉള്ളൂ. ആ സമയത്താണ് അവളുടെ രക്തം മുറിഞ്ഞത്. രക്തം മുറിഞ്ഞ ഉടനെ നിസ്കരിക്കാൻ പറ്റൂല, ഇനി കുളിച്ചു വന്നിട്ട് വേണം. പക്ഷെ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും അവളുടെ സുബ്ഹി ആകും. അപ്പൊ സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഇനി ഇശ ഖളാ വീട്ടിയാൽ മതിയോ? പോരാ, പിന്നെ ഇതും വേണം, മഗ്രിബ് കൂടി ഖളാ വീട്ടണം. കാരണം മഗ്രിബും ഇശായും ജംആക്കപ്പെടുന്ന നിസ്കാരമാകുന്നു. അവിടെ സഹോദരിമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ക്ലാസ് റൂമിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി സംശയം സഹോദരിമാർക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിച്ച് നിങ്ങൾ സംശയമൊക്കെ തീർക്കുക. പിന്നെ വേറൊരു ചോദ്യം ഇവിടെ എന്താ വന്നത്? സുന്നത്ത് നിസ്കാരം എണ്ണം കൂട്ടുന്നതാണോ ഖുർആൻ ഓതി നീട്ടുന്നതാണോ ഉത്തമം? സുന്നത്ത് നിസ്കാരത്തിന്റെ എണ്ണം കൂട്ടലാണോ അതല്ല വലിയ സൂറത്തൊക്കെ ഓതിട്ട് നീട്ടി നിസ്കരിക്കലാണോ ഉത്തമം? രണ്ടും അഫ്ളലാണ്. രണ്ടും അഫ്ളലാണ്. ധാരാളം റക്അത്തുകളെ പെരുപ്പിക്കുക, അതും സുന്നത്താകുന്നു. അതുപോലെ നീട്ടി നിസ്കരിക്കുക, അതും സുന്നത്താകുന്നു. ഏത് നീട്ടുക? വലിയ സൂറത്തൊക്കെ ഓതിട്ട് ഖിയാമുണ്ടല്ലോ, ആ നൃത്തം നീട്ടുക, ധാരാളം ഓതി നീട്ടുക, അതും സുന്നത്താണ്. അതുപോലെ തന്നെ റുക്കൂഉം സുജൂദൊക്കെ നീട്ടുക, ധാരാളം പിന്നെ ഈ റുക്കൂഉം സുജൂദിലുള്ള ചെല്ലാനൊക്കെ ചെല്ലുക, അങ്ങനെ നീട്ടുക, അതും സുന്നത്താണ്. പിന്നെ എണ്ണം പെരുപ്പിക്കുക, അതും സുന്നത്താണ്.
പക്ഷെ ഇതിനെല്ലാം കൂടി ഇതിന് ഏറ്റവും ശ്രേഷ്ഠത ഏതിനാണെന്നാണ്? ഏറ്റവും ശ്രേഷ്ഠത വതമസ്സക ശാഫിഈയു ബിഹദീസി അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദുൻ എന്നൊരു ഹദീസുണ്ട്. ഫസ്സജദതു അലാ അർക്കാനി സ്വലാത്തി ഫയുസ്തഹബു തക്തീറുഹാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് വലിയ സൂറത്ത് ഓതി നീട്ടി നിസ്കരിക്കൽ അത് സുന്നത്താണ്. പിന്നെ റുക്കൂഉം പിന്നെ സുജൂദ് പോലത്തൊക്കെ കുറെ നേരം പിന്നെ ചെല്ലാനുള്ള ഒക്കെ ചെല്ലുക, അങ്ങനെ നീട്ടൽ അതും സുന്നത്താണ്. അതിന് പുറമെ റക്അത്തിന്റെ എണ്ണം പെരുപ്പിക്കലും സുന്നത്താണ്. ധാരാളം റക്അത്ത് നിസ്കരിക്കുക, അതും സുന്നത്താണ്. എന്നാൽ ഇതിന്ന് ഏറ്റവും ശ്രേഷ്ഠത ഇതിനാ, ഏറ്റവും ശ്രേഷ്ഠത റക്അത്തിന്റെ എണ്ണം പെരുപ്പിക്കുന്നതിനാണ്. കാരണം റക്അത്തിന്റെ എണ്ണം പെരുപ്പിക്കുമ്പോഴാണ് കൂടുതൽ സുജൂദ് കിട്ടുക, അല്ലേ? കൂടുതൽ റക്അത്ത് നിസ്കരിക്കുമ്പോഴല്ലേ കൂടുതൽ സുജൂദ് കിട്ടുള്ളൂ. 10 റക്അത്ത് നിസ്കരിച്ചാൽ അവിടെ എത്ര സുജൂദ് കിട്ടും? 20 സുജൂദ് കിട്ടും. ആ 10 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം എടുത്തുകൊണ്ട് ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലോ, 10 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം എടുത്തുകൊണ്ട് ഒരാൾ 2 റക്അത്ത് മാത്രം കൂടുതൽ നീട്ടി വലിയ സുഹൃത്തൊക്കെ നിസ്കരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 സുജൂദല്ലേ കിട്ടുള്ളൂ. അപ്പൊ സുജൂദിനെ പെരുപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ സുജൂദിനെ പെരുപ്പിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരാൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് ഏറ്റവും അടുക്കാൻ സാധിക്കുക അവൻ സുജൂദിലായിക്കൊണ്ടുള്ള അവസ്ഥയിലാകുന്നു. ഒരു മനുഷ്യനെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും സാധിക്കുക എപ്പോഴാണ്? അവൻ സുജൂദിലായിക്കൊണ്ടാകുന്നു. സുജൂദ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അമലാണല്ലോ, അല്ലേ? സുജൂദ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ ശരീരത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട അവയവമായ മുഖം, ആ നെറ്റിത്തടം, അത് നിലത്തിങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് അവൻ അത് അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ അങ്ങോട്ട് കുമ്പിടുകയാണ്. അവന്റെ ശരീരത്തിലെ ഏറ്റവും മഹത്തായ ബഹുമാനപ്പെട്ട ആ അവയവം നിലത്ത് വെച്ചുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് തന്നെ അവൻ അടുക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും അധികം അടുക്കുന്ന അവസ്ഥ സുജൂദിലായിക്കൊണ്ടാണ്. അതുകൊണ്ട് സുജൂദിനെ പിരിപ്പിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സലാമുൻ അലൈക്കും എന്നത് മതിയാകുമോ, അല്ല പൂർണ്ണമായും വേണോ എന്നാണ് ഒരു ചോദ്യം. പിന്നെ സലാമുൻ അലൈക്കും ഏത് അത്തഹിയ്യാത്തിലാണെങ്കിൽ പോരാ. അത്തഹിയ്യാത്തിലെ സലാം ഉണ്ടല്ലോ, അതാണെങ്കിൽ പോരാ. സലാം ചെല്ലലിന് സാധാരണ നമ്മുടെ ഒരാൾ മറ്റൊരാൾക്ക് സലാം ചെല്ലലൊക്കെ ഉണ്ടല്ലോ, അത് സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞാലും സഹിയാകും. അതേ സമയത്ത് അത്തഹിയ്യാത്തിലെ സലാമുൻ അലൈക്കും പോരാ, അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതാണ് ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ നമ്മുടെ കിതാബുകളിലെ കാണാം. വഅഖല്ലുഹാ, ഇത് 13ാമത്തെ ഫർള് ഏതാണ്? നിസ്കാരത്തിന്റെ 14 ഫർളല്ലേ, അതിൽ 13ാമത്തെ ഫർള് പിന്നെ സലാം വീട്ടലാണ്, സലാം ചെല്ലലാണ്. വഅഖല്ലുഹാ, ആ സലാം വീട്ടുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയല. സാധാരണ നമ്മൾ സലാം വീട്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാറുണ്ടല്ലോ, അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നുണ്ട്. അത് റഹ്മത്തുള്ളാഹി എന്നത് നിർബന്ധമല്ല, സുന്നത്താണ്. എന്നാൽ സലാം വീട്ടൽ നിർബന്ധമാണ്, നിസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ടതാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. വറഹ്മത്തുള്ളാഹി എന്ന് പറയൽ നിർബന്ധമില്ല, സുന്നത്താണ്. അപ്പൊ അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത്. വയുക്റഹു അലൈക്കുമുസ്സലാം എന്ന് പറയാം, അത് കറാഹത്താണ്. സഹീഹാകും, പക്ഷെ കറാഹത്ത്. ഏത്? സലാം വിട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയാതെ അലൈക്കുമുസ്സലാം, രണ്ടും ഒന്ന് തന്നെയല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആദ്യം അസ്സലാമാണ്, പിന്നെ അലൈക്കും എന്നാണ്. അതല്ല, അലൈക്കും എന്നുള്ള ആണ് ആദ്യം, പിന്നെയാണ് അസ്സലാമു അലൈക്കും. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പുറമെ അലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സലാം വീട്ടി, എന്നാലും നിസ്കാരം സഹീഹാകുമെങ്കിലും അത് അങ്ങനെ പറയല് കറാഹത്താകുന്നു. അങ്ങനെ സലാം വീട്ടൽ കറാഹത്താകുന്നു. അപ്പൊ മനസ്സിലായല്ലേ? അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നും പൂർണ്ണമായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും ആണ് എന്ന് മനസ്സിലായി. ഇനി സലാമു അലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞാൽ സലാം വീട്ടൽ സഹീഹാകുമെങ്കിലും കറാഹത്താണ് എന്നും മനസ്സിലായി. എന്നാൽ ഇവിടെ ചോദ്യം അതില്ല. ചോദ്യം എന്താ? സലാമുൻ അലൈക്കും എന്നാ. സലാമുൻ അലൈക്കും അത് പറഞ്ഞാൽ പറ്റുമെന്നാണ്. വലാ യുജ്സിഉ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. അങ്ങനെ സലാം വീട്ടിയാൽ അത് ഫർള് വീട്ടിയവനാവൂല, നിസ്കാരം സഹിയാവുകയില്ല. മനസ്സിലായല്ലോ? പിന്നെ വസലാമുല്ലാഹ് എന്ന് പറഞ്ഞു നിൽക്കുക. ഏത്? സലാമുല്ലാഹ് എന്ന് പറഞ്ഞ ഒരാള് സലാം വീട്ടുന്ന സമയത്ത് വേറെ സലാമുല്ലാഹി അലൈക്കും നെയ്, സലാമുല്ലാഹി അലൈക്കും എന്നാലോ അതും പറ്റൂല എന്നാ.
അപ്പൊ സലാമുല്ലാഹി അലൈക്കും അല്ലെങ്കിൽ സലാമി അലൈക്കും ഇതൊന്നും അത് അല്ലെങ്കിൽ സലാമുൻ അലൈക്കും ഇതൊന്നും പറ്റുകയില്ല. ഇങ്ങനൊന്നും സലാം കിട്ടിയാൽ പറ്റൂല. അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് സലാം കിട്ടിയാൽ ശരിയാകും, പക്ഷെ കറാഹത്താണ്. പിന്നെ ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. ഏറ്റവും നല്ലത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സാധാരണ പറയാറുണ്ടല്ലോ, അതുപോലെ ചെല്ലലാണ്. പിന്നെ ഒരാളുടെ പണം മറ്റൊരാളിൽ പെട്ടു, അത് ചെറിയ സംഖ്യ ആണ്, പിന്നീട് കാലങ്ങൾ കഴിഞ്ഞാൽ അധികം കൊടുക്കണമെന്നാണ്. അതൊന്നും വേണ്ട. ഇത് ഒരാളുടെ കയ്യിലേ ഒരു വീണ് കിട്ടി നിൽക്കുക, ഒരു സംഖ്യ വീണ് കിട്ടി, അല്ലെങ്കിൽ എങ്ങനെയും ഒരാളുടെ സംഖ്യ നമ്മുടെ കയ്യിൽ പെട്ടു, പിന്നീട് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഇത്രയും കാലം അയാൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം കൊടുക്കണോ? അതൊന്നും വേണ്ട. അതാ ഉള്ള സംഖ്യനെ കൊടുത്താൽ മതി. അധികം കൊടുക്കാൻ നല്ലതാണ് അല്ലേ? നല്ലതാണ്. അങ്ങനെയല്ലോ ഹദീസിലെ ഒരാൾ ഒരു ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു പണിക്കാരനെ ഒരാളെന്ത് ചെയ്ത് പണിക്ക് വിളിച്ച്, അങ്ങനെ അയാൾ കൂലി വാങ്ങാതെ അയാൾ പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞ് അയാളെ കണ്ടുമുട്ടിയപ്പോ ഒരു വലിയൊരു ഒരു വാദി, ഒരു എന്താ പറയാ, താഴ്വാര നിറയാൻ മാത്രമുള്ള ആടുകളായി മാറിയിട്ടുണ്ട്. അതൊക്കെ ആൾക്ക് കൊടുത്തു നോക്കണ്ടല്ലോ അല്ലേ? അപ്പൊ നല്ലതാണ്. അയാൾക്ക് എങ്ങനെയാണ് നല്ല തന്നെയല്ലേ? ഒരാൾക്ക് കിട്ടാളതിനേക്കാൾ അധികം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അത് പലിശ ഒന്നല്ല. പലിശാവുമ്പോൾ ആദ്യം നിബന്ധനയാക്കണം. ഇത് അയാൾ പ്രതീക്ഷിക്കാതെ ഇയാൾ കൊടുക്കാൻ കൊടുക്കുകയാണ്. അത് നല്ല സുന്നത്തായ നല്ലൊരു കാര്യമാണ്. പക്ഷെ നിർബന്ധമില്ല. നിർബന്ധമുള്ളത് അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കലേ നിർബന്ധമുള്ളൂ. പിന്നെ വേറൊരു ചോദ്യം എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടുവാൻ എന്താണ് ചെയ്യുക? നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ വിഷയം നമ്മൾ പല പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ അതിന് മറുപടി പറഞ്ഞിരുന്ന ആ കാലത്ത് നമ്മുടെ മജ്‌ലിസുൽ ഫുർഖാനിൽ വെച്ച് പറയൽ തുടങ്ങിയ ശേഷം മറുപടി പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. മുമ്പ് പല പ്രാവശ്യവും അതിന് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ ഹൗഫ്, ആ ഭയഭക്തി ലഭിക്കാൻ എന്താണ് വേണ്ടത്? അതിന്റെ ആദ്യമായിട്ട് നമുക്ക് പിന്നെ എൻ്റെ സ്വന്തം ശരീരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നിസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ലാത്ത ആൾ ഞാനായിരിക്കാം. ഒരുപക്ഷെ എന്നല്ല, അങ്ങനെ തന്നെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ പിന്നെ നിസ്കാരത്തിന് പിന്നെ ശ്രദ്ധയൊക്കെ പുറത്ത് വേറെന്തൊക്കെ ആയിരിക്കും. എത്ര ശ്രദ്ധിച്ചാലും ഈ നിസ്കാരം എങ്ങനെയായാലും ശരിക്കും നിസ്കരിക്കണമൊക്കെ എന്ന് ഉറപ്പിച്ചാൽ നിന്നാലും ശരി, നമ്മൾ അറിയാതെ മറ്റൊരു വിഷയത്തിലേക്കാണ്ട് പോകും. അത് മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹു തആല ഈ നിസ്കാരം എന്നുള്ള ഹക്കായ ഇബാദത്താണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. ഇത് ഹക്കായ ഇബാദത്താണ് നിസ്കാരം. ഹക്കായ ഇബാദത്ത് കൊണ്ടാണല്ലോ ഇബ്ലീസ് പഴപ്പിക്കണത്. അതല്ല ബാത്തിലായ ഇബാദത്താണ് ഇബ്ലീസിനോട് പഴപ്പിക്കാനൊന്നുമില്ല. അതാണ് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പൂജ നടത്തുന്ന ഒരാള്, ഒരു കൈകൂപ്പി നിൽക്കുന്ന ആൾക്ക് ആ സമയത്ത് വേറൊരു ശ്രദ്ധ ഉണ്ടാവില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ ആ വിഗ്രഹത്തിലായിരിക്കാം. കാരണം അവിടെ ഇബ്ലീസിനൊന്നും പഴപ്പിക്കാനില്ല. ഇബ്ലീസിന് കാര്യമായ പഴപ്പിക്കാനുള്ള എന്താണ്? അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അതുപോലെ ചെയ്യണ്ടല്ലോ. ഇനി അവിടെ എന്താ പഴപ്പിക്കാനുള്ളതൊന്നുമില്ല. അപ്പൊ അതേസമയത്ത് നിസ്കാരമല്ല, ഇത് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഇബാദത്താണ്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് എല്ലാവരും ശ്രമങ്ങൾ നടത്തും. അതാ നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിസ്കാരത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് നമ്മൾ ഉറപ്പിച്ചു നിന്നാലും കാണാം പിന്നെ അറിയാതെ വിഷയത്തിൽ നിന്ന് ആ നിസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് വേറെ കൊടുക്കാനുള്ള വിഷയങ്ങളെ കുറിച്ചും അളിയൻ വിരുന്ന് വരുന്നതിനെ കുറിച്ചും മകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചും വീട് പണി ഉണ്ടായതിനെ കുറിച്ചും ഇങ്ങനത്തെ പല ശ്രദ്ധക്കാണ് നമ്മുടെ ഇങ്ങനെ വരുന്നതാണ്. ഞാനീ പറഞ്ഞ കേൾക്കണില്ലേ? നജീബ് തന്നെയല്ല കേൾക്കണ്ട? ഞാൻ പറഞ്ഞ ക്ലാസ് റൂമിൽ കേൾക്കണുണ്ട? ഉണ്ട്. അല്ല, ക്ലാസ് റൂമിൽ ഒരു ചലനം കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ശരി, അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വിഷയമാണ്. നിസ്കരിക്കാൻ നിന്നാൽ എത്ര ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചാലും ശ്രദ്ധ കിട്ടാതിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്ന സംഭവമാണ്. എന്നാൽ കഴിയുന്നത് നമ്മൾ പിന്നെന്ത് വേണം? നമുക്ക് സാധിക്കുന്നത്ര പൂർണ്ണമായ സവാബ് ലഭിക്കണമെങ്കിൽ പിന്നെ ആ പൂർണ്ണമായും നമ്മളത് ശ്രദ്ധിക്കുന്ന വേണം. എന്നാലേ പൂർണ്ണമായ സവാബ് ലഭിക്കും. ഒരു മനുഷ്യന്റെ അവന്റെ നമസ്കാരത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കിയത് ഇല്ലാമ അക്കലാന്ന, ഒരാൾക്ക് അവന്റെ നമസ്കാരത്തിന് എത്ര കിട്ടുള്ളൂ അവൻ മനസ്സിലാക്കിയത് ലഭിക്കൂ എന്ന് പറഞ്ഞാൽ ഹുശൂഉം ഖുദൂഉം എത്രമാത്രം ഉണ്ടായത് അതേ ലഭിക്കൂ.
എന്നാ അപ്പൊ അതിന് ചില മാർഗങ്ങളൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മാർഗം, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനുള്ള കാരണം ആരുടെ മുമ്പിലാണ് ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്നത്, ആരോടാണ് ഞാൻ ഈ മുനാജാത്ത് നടത്തുന്നത് എന്ന ഒരു ചിന്ത അവനുണ്ടാവുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള മുനാജാത്താണ്. ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്താണ്. എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുന്ന സംസാരമാണ് നിസ്കാരം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുക. അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കലാണ് ഖുർആൻ. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അതാണ് ഖുർആൻ. അപ്പൊ അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ് ഖുർആൻ. എന്നാൽ നിസ്കാരോ നാം അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുകയാണ്, അല്ലേ? അപ്പൊ ആരോടാണ് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് എന്നൊരു ചിന്ത, റബ്ബേ, എന്റെ ഖാലിഖ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ, ഈ പ്രപഞ്ചം മുഴുവൻ പിന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബിനോടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നത്, അവന്റെ മുമ്പിലാണല്ലോ ഞാൻ ഈ നിൽക്കുന്നത് എന്ന ചിന്ത ഉണ്ടാവുക. അത് നിസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തൊരു മാർഗമാണ് നിസ്കാരത്തിൽ പറയുന്ന ആ ചെല്ലാനുള്ളതിന്റെ അർത്ഥം അറിയുക എന്നുള്ളത് ഒരു മാർഗമാണ്. അതുണ്ട്, ഇതൊക്കെ ഉണ്ട് വെച്ചുകൊണ്ട് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പൊ നമുക്കൊക്കെ അതിന്റെ അർത്ഥമൊക്കെ അറിയാലോ. ഫാത്തിഹിന്റെ അർത്ഥം എന്താണ്, വജ്ജഹത്തിന്റെ അർത്ഥം എന്താണ്, സൂറത്തിന്റെ അർത്ഥം എന്താണ്, സുബ്ഹാന റബ്ബിൽ അസീമിൻ, സുബ്ഹാന റബ്ബിൽ അലാമിന്റെ അയലന്റെ ഒക്കെ അർത്ഥം നമുക്കറിയാം. പക്ഷെ എന്നിട്ടും നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ലല്ലോ. ഏതായാലും അതൊക്കെ വേറെ വിഷയം. ഏതായാലും ശ്രദ്ധ കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ് നിസ്കാരത്തിൽ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം അറിയുക എന്നത്. അപ്പൊ രണ്ടാമത്തെ മാർഗമാണത്. മൂന്നാമത്തെ ഒരു മാർഗമാണ് സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കുക എന്നുള്ളത്. സ്ത്രീക്കാൻ നിൽക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മുടെ നോട്ടം മുഴുവൻ സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രമാവുക. അത് മറ്റൊരു മാർഗമാണ്. നാലാമത്തെ ഒരു മാർഗമാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നല്ലൊരു മാർഗമാണ്. ഇപ്പൊ ഫാത്തിഹ ഓതുമ്പോൾ ഇപ്പൊ അടുത്ത് എനിക്ക് ഓതേണ്ടത് സൂറത്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. സൂറത്ത് ഇങ്ങനെ ഓതുന്ന സമയത്ത് എനിക്ക് അടുത്തും ചെയ്യാനുള്ള റുക്കൂഅാണ്, റുക്കൂഅിൽ പോയാൽ ഇനി അടുത്ത് എനിക്ക് ചെയ്യാനുള്ളത് ഇഅ്തിദാലാണ്, ഇഅ്തിദാലിലേക്ക് പോയാൽ ഇനി എനിക്ക് അടുത്ത് ചെയ്യാനുള്ളത് സുജൂദാണ്. അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ശേഷമുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഇത് നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. വേറെ അപ്പൊ വസ്വാസ് മാറി കിട്ടും ചെയ്യും. ഈ വസ്വാസ് അവിടെ എപ്പോഴുണ്ടായി വെച്ചിട്ടുണ്ട ഒരു ആയത്തോതി, അപ്പൊ അതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കുക. അപ്പൊ ആ ആയ ശരിയാക്കണം, അപ്പോൾ അതിന് ശരിയാക്കണോ, എന്നിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ മടക്കുക. അത് നല്ല പണിയല്ല, അത് ശൈത്താനിയത്താണത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ച പോലെ നിസ്കരിക്കേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യൻ. അതിനേക്കാളും റസൂലിനേക്കാളും വലിയ ആളാണെന്ന് കരുതാറുണ്ട്. റസൂൽ ആയത്ത് ഇങ്ങനെ മടക്കി ഓതിയിരുന്നില്ല. റസൂലുള്ളാഹിക്ക് വസ്വാസും ഉണ്ടായിരുന്നില്ല. അപ്പൊ റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കുക, റസൂൽ ഒളു ചെയ്തതുപോലെ ഒളു ചെയ്യുക. അതാണ് ഏറ്റവും വലിയ തഖ്വ. ഇന്റെ മോഡലുകൾ ശരിയായിട്ട് എനിക്ക് അങ്ങനെ ആയാൽ ശരിയാവൂല ഉണ്ടല്ലോ, അത് മോശമായൊരു വർത്താനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒളു ചെയ്യാൻ ഒരു മുദ്ദ് വെള്ളം മതിയായിരുന്നു. എനിക്കതും പോരാ, എനിക്കങ്ങനെ ഒളുത്ത ശരിയാവൂല എന്ന് പറഞ്ഞാൽ റസൂലിനേക്കാളും വലിയ മുത്തഖിയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുത്. അപ്പോ എന്താ ചെയ്യാ? അപ്പം വസ്വാസ് മാറി കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് ഓരോ കാര്യം ചെയ്യുമ്പോൾ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുക. ഫാത്തിഹ ഓതുമ്പോ അടുത്ത സൂറത്തിനെ കുറിച്ച് ചിന്തിക്കുക. സൂറത്ത് ഓതുമ്പോ എനിക്ക് അടുത്ത റുക്കൂഇലേക്ക് പോകണം എന്ന് ചിന്തിക്കുക. റുക്കൂഇൽ നിൽക്കുന്ന സമയത്ത് അടുത്ത ഇഅ്തിദാലിലേക്ക് പോകണം, ഇഅ്തിദാലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അടുത്ത സുജൂദിലേക്ക് പോകണം. ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ശേഷമുള്ള കാര്യത്തെ ചിന്തിക്കുക. ഇതൊക്കെയാണ് നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നല്ല മാർഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇതുവരേക്കും നാം നിസ്കരിച്ചതൊക്കെ പോരായ്മ ഉള്ളതാണ് കാര്യം 100% ഉറപ്പാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ മഹലായ ഫضل കൊണ്ട് നാം ചെയ്ത എല്ലാ ഇബാദത്തുകളും, നാം നിസ്കരിച്ച എല്ലാ നിസ്കാരങ്ങളും അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു ഖബൂൽ ചെയ്യുകയും അതിനുള്ള സമ്പൂർണമായ പ്രതിഫലം സവാബ് അല്ലാഹു അവന്റെ മഹലായ ഫضل കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. പിന്നെ വേറൊരു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കാലിന്റെ തുടയിൽ നിന്ന് തൊലിയെടുത്ത് കയ്യിന്മേൽ വെച്ചാൽ നിസ്കാരം അടക്കി നിസ്കരിക്കണോന്നോ? നിസ്കാരം ശരിയാകുമോ? അങ്ങനെ സാധാരണ ഉണ്ടല്ലോ അപ്പൊ അങ്ങനൊക്കെ അല്ലേ. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ തോല് ഇറച്ചൊക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്ത് വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ ഒളു സഹിയാകുമോ, നിസ്കാരം സഹിയാകുമോ എന്നാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ടതേ, ഒരാളുടെ ശരീരത്തിൽ നിന്ന് പിന്നെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത്
മുറിവോ മറ്റോ സംഭവിച്ചു, കിതാബിലോ കാണാം, മുറിവോ മറ്റോ സംഭവിച്ചു. എന്നിട്ട് വേറെ സ്ഥലത്തു നിന്ന് ഇറച്ചി എടുത്തുകൊണ്ട് അവിടെ തുന്നിച്ചേർത്തതിന് ശേഷം പിന്നെ അതവിടെ അങ്ങോട്ട് അത് വെച്ച സ്ഥലത്ത് അത് പൂർണ്ണമായി ഫിറ്റ് ആവുകയും ചെയ്തു. എന്നിട്ട് അവിടെ പിന്നെ നുള്ളിയാൽ വേദന ഉണ്ട്, പിന്നെ ഈ രീതിയിലൊക്കെ അതായത് അത് ആ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് മാറി നിൽക്കുക. എന്നാൽ പിന്നെ അത് അവിടെ അതിന്റെ അസ്ലിയായ രൂപത്തിന്റെ ഹുക്കുമാണ് അപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഒരു ഉദാഹരണം പറയാൻ ഒരു സ്ഥലത്ത് മുറിയാക്കിയ ഒരു കുണ്ടുണ്ട്. ആ കുണ്ടുള്ള മുറിവുള്ള സ്ഥലത്ത് കുണ്ടുണ്ട്, വേറെ സ്ഥലത്ത് നിന്ന് ഇറച്ചിയോ മറ്റൊക്കെ വെച്ചിട്ട് അവിടെ ആ കുണ്ട് തൂർത്ത് നിൽക്കുക. എന്നിട്ട് അത് ശരിക്കും തൂരുകയും ചെയ്തു, അതാണ് കൃത്യമാവുകയും ചെയ്തു. എന്നാൽ അവിടെ ആ ശരിയായ അവയവത്തിന്റെ ഹുക്കുമാണ് പിന്നെ അവിടെ ഉള്ളത്. അതിന്റെ മേലെ അവിടെ ഒന്നുണ്ടാക്കിയാൽ ഒന്നു സഹിയാകും, ഇനി അവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ആകയാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇറച്ചി എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ തൊലി എടുത്തുകൊണ്ടോ വേറെ സ്ഥലത്ത് വെച്ച് അങ്ങനെ അവിടെ വെച്ച് പിടിപ്പിച്ച് അത് ചെയ്യാവുകയും ചെയ്തു. അതാണ് അത് ആ അവയവത്തിന്റെ മാതിരി ആവുകയും ചെയ്തു. എന്നാൽ അവിടെ ഉണർത്താൻ സഹിയാകും, അവിടെ ജനാപത്ത് കുളിക്കുമ്പോൾ അവിടെ നനഞ്ഞാൽ സഹിയാകും, അവന്റെ നിസ്കാരം സഹിയാകും, എല്ലാം ശരിയാകും. പിന്നെ ഉസ്താദെ, 2 കയ്യിന്മേലും പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? 2 കയ്യിന്മേലും പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു തേമ മതി എന്നാണ് നമ്മുടെ കിതാബിലൊക്കെ കാണാം. അല്ലേ, 2 അവയവങ്ങളിൽ മുറിവ് സംഭവിച്ചു, പ്ലാസ്റ്റർ ഇട്ട് നിൽക്കുക. എന്നാൽ 2 തേമം ചെയ്യണം. അത് ഏതാ ചന്ത? അത് പിന്നെ 2 കൈയും ഒരു അവയവത്തിന്റെ സ്ഥാനത്താണ്, 2 കാലും ഒരു അവയവത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ 2 കാലുമലും ഉണ്ടെന്ന് മുറിവുണ്ട്, പ്ലാസ്റ്റർ ഇട്ട് നിൽക്കുക. എന്നാൽ 2 തേമമാണ് വേണ്ട, ഒറ്റ തേമം മതി. രണ്ടിനും ഒറ്റ തേമം മതി. നേരെ മറിച്ച് ഒരു കയ്യുമ്മലും പിന്നെ പ്ലാസ്റ്റർ ഉണ്ട്, കാലുമലും പ്ലാസ്റ്റർ ഉണ്ട്, എന്നാൽ 2 തേമമാണ്. കാരണം രണ്ടും 2 അവയവമാണ്. അപ്പം ഒരാളുടെ കയ്യുമ്മ അല്ലെ, വലത്തെ കയ്യുമ്മൽ എന്തുണ്ട്? ഉദാഹരണം പറയാൻ വലത്തെ കയ്യുമ്മൽ പറയാം. വലത്തെ കയ്യുമ്മൽ പിന്നെ മുറിവ് സംഭവിച്ചിരിക്കുന്നു, അവന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. അവന്റെ കാലിനും മുറിവ് സംഭവിച്ചിരിക്കുന്നു, എന്നിട്ട് കാലിനും പ്ലാസ്റ്റർ ഉണ്ട്. എന്നാൽ എന്ത് ചെയ്യണം? എങ്ങനെ ഒന്നുണ്ടാക്കുമ്പോൾ സാധാരണ ഒന്നും ചെയ്യുന്നത് മുൻകൈ കഴുകുക സുന്നത്താണ്, വായിൽ വെള്ളം കൊപ്പിടിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക, അതൊക്കെ സുന്നത്താണ്. മുഖം കഴുകുക നിർബന്ധമാണ്. മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം അടുത്ത് ചെയ്യാനുള്ളതാണ് പേര് കൈ കഴുകുക. ഈ കൈ കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒന്നുകിൽ ആദ്യം തേമം ചെയ്യുക, കൈക്ക് വേണ്ടി തേമം ചെയ്യുക. കൈക്ക് വേണ്ടി അങ്ങനെ തേമം ചെയ്യല്, ആ മുഖത്തെ വെള്ളമൊക്കെ തുടച്ച് കളയുക, എന്നിട്ട് മണ്ണിലടിക്കുക, എന്നിട്ട് ആ കൈ കൊണ്ട് മുഖം തടവുക. ഒരിക്കൽ കൂടി പിന്നെ മണ്ണിൽ അടിച്ചുകൊണ്ട് 2 കൈ തടവുകയും ചെയ്യുക. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയും, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയും തടവുക. ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്ത് തടഞ്ഞാൽ മതി, അല്ലേ? അതറിയാലോ. ഇപ്പൊ തേമായി. പിന്നെ എന്തും ചെയ്യണം? ഇനി ആ കൈ കഴുകും വേണം. ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്തൊക്കെ പിന്നെ വെള്ളം കൊണ്ട് കഴുകണം. പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം തടവുകയും വേണം. കഴുകണ്ട കൈമ വെള്ളം നനച്ചിട്ട് തടവുകയും വേണം. ഇനി എന്ത് ചെയ്യണം? പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ മറ്റേ കൈ കഴുകുക. പിന്നെ ഇനി എന്ത് ചെയ്യണം? ഇനി തല തടവുക. പിന്നെ തല തടവുക, അല്ലേ? അടുത്ത ഭാഗത്ത് തല തടവുക, പിന്നെ ചെവി തടവുക സുന്നത്താണ്. പിന്നെ ഇപ്പൊ കാലിനടത്തിയ വീണ്ടും പ്രശ്നമായില്ലേ? കാലിന്മേൽ പ്ലാസ്റ്റർ ഉണ്ട്, കാൽമ പ്ലാസ്റ്റർ ഉണ്ട്. എന്ത് ചെയ്യണം? ആ പ്ലാസ്റ്ററിന് വേണ്ടി തേമം ചെയ്യണം. തേമം എങ്ങനെ? കാലുമല പ്ലാസ്റ്റർ ഉള്ളത്, തേമം ചെയ്യേണ്ടതോടെ കാലുമല അല്ല, കാലുമ മണ്ണാക്കല്ലേ വേണ്ടത്. പിന്നെയോ ആ കാലിന്മേലുള്ള പ്ലാസ്റ്ററിന് തേമം ചെയ്യേണ്ടത് മുഖത്തും കൈമ തന്നെ. സഹോദരിമാരെ പ്രത്യേകം മനസ്സിലാക്കണം. കാലിന്മലാണ് പ്ലാസ്റ്റർ ഉള്ളത്, തേമം ചെയ്യേണ്ടത് കാലുമലല്ല, മുഖത്തും കൈമൽ തന്നെയാണ്. അപ്പൊ കാല് കഴുകുന്നതിന് മുമ്പായിട്ടോ കാല് കഴുകിയതിന് ശേഷമോ എന്ത് ചെയ്യുക? ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകിയതിന് ശേഷമോ അതിൽ അതിന് മുമ്പോ തേമം ചെയ്യുക. എങ്ങനെ തേമം? മണ്ണിലടിക്കുക, പിന്നെ അവന്റെ മുഖം തടവുക, ഒരിക്കൽ കൂടി മണ്ണിലടിക്കുക, ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയും, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയും തടവുക. ഇപ്പോൾ എന്തുണ്ടായത്? ഇപ്പൊ 2 അവയവത്തിലാണ് പ്ലാസ്റ്റർ ഉള്ളത്, അപ്പോൾ അവിടെ 2 തേമം നിർബന്ധമാണ്. അതേ സമയത്ത് ഒരവയവമായിട്ടാണ് 2 കൈയുമലും പ്ലാസ്റ്റർ ഉണ്ട് നിൽക്കുക, എന്നാൽ ഒരു തേമം മതി. കാരണം 2 കൈയും കൂടി ഒരു അവയവത്തിന്റെ സ്ഥാനത്താണ്. അല്ലെങ്കിൽ 2 കാലുമലും പ്ലാസ്റ്റർ ഉണ്ട്, എന്നാൽ ഒരു തേമം മതി. കാരണം 2 കാലും കൂടി ഒരു അവയവത്തിന്റെ സ്ഥാനത്താണ്. ഇനി ഒരാളെ മുഖത്തും പ്ലാസ്റ്റർ ഉണ്ട്, മുഖത്ത് പ്ലാസ്റ്റർ ഉണ്ട്,
മുഖത്തൊക്കെ ആകെ മുറിയേക്കണ്, ഒരു അപകടത്തിൽ പെട്ട് അള്ളാഹുവിനെ കാത്തു രക്ഷിക്കട്ടെ. ഒരു അപകടത്തിൽ പെട്ടിട്ട് എന്ത് ചെയ്യുക, മുഖത്തൊക്കെ മുറിയേക്കണ്, രണ്ട് കയ്യുമ്മലും മുറിയായിട്ട്, രണ്ട് കാലുമുറിയും മുറിയായിട്ട്, അവിടൊക്കെ പ്ലാസ്റ്ററാണ് നിൽക്കുക. മുഖത്തും പ്ലാസ്റ്ററുണ്ട്, കയ്യുമ്മലും പ്ലാസ്റ്ററുണ്ട്, രണ്ട് കാലുമ്മലും പ്ലാസ്റ്ററുണ്ട്, തലന്റെ ബഹുഭൂരിഭാഗം അതും പ്ലാസ്റ്ററുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യവിടെ? തലന്റെ എത്ര തേമം ചെയ്യണം, എത്ര തേമം ചെയ്യണമെന്ന് പറഞ്ഞാണ്, ഒന്ന് ടെക്സ്റ്റ് ചെയ്താണ്. മുഖത്തും പ്ലാസ്റ്റർ ഉണ്ട്, മുഖം ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ചോ, അല്ല കുറച്ച് ഭാഗം ഒഴിവുണ്ടായിക്കോട്ടല്ലേ, മുഖത്തിന്റെ കുറച്ച് ഭാഗം ഒഴിവുണ്ട്, ഒരു തേമം മതിയാ. മുഖത്ത് പ്ലാസ്റ്റർ ഉണ്ട്, രണ്ട് കൈമലും പ്ലാസ്റ്റർ ഉണ്ട്, കുറച്ചൊക്കെ സ്ഥലം ഒഴിവുണ്ട്. പിന്നെ തലയുടെ ഭൂരിഭാഗം സ്ഥലത്തും പ്ലാസ്റ്റർ ഉണ്ട്, രണ്ട് കാലുമലും പ്ലാസ്റ്റർ ഉണ്ട്. അവിടെ നാലവയവത്തിൽ പ്ലാസ്റ്റർ ഉണ്ട് അല്ലേ, നാലവയവത്തിൽ പ്ലാസ്റ്റർ ഉണ്ട്. മുഖം, കൈ രണ്ടും കൂടി ഒരു അവയവത്തിന്റെ സ്ഥാനത്താണല്ലോ. തല 3, രണ്ട് കാല് 4, 4 അവയവത്തിന്റെ മേൽ പ്ലാസ്റ്റർ ഉണ്ട്. പക്ഷെ തേമം 3 മതി അല്ലേ, തേമം 3 മതി. എന്താ കാരണം? കാരണം തലയിൽ നിന്ന് അല്പം തടവരെ നിർബന്ധമുള്ളൂ, ഒരല്പം സ്ഥലയുടെ ബാക്കിയുണ്ട്. അപ്പൊ ഈ തല തടവിന് പകരം തേമം വേണ്ടല്ലോ. അപ്പൊ പിന്നെ മുഖത്തിന് വേണ്ടി തേമം ചെയ്യണം, രണ്ട് കൈക്കും വേണ്ടി തേമം ചെയ്യണം, രണ്ട് കാലിന് വേണ്ടി തേമം ചെയ്യണം. തലയ്ക്ക് വേണ്ടി തേമം വേണ്ട, കാരണം തലയിൽ നിന്ന് അല്പം ഒഴിവുണ്ടായതുകൊണ്ട് അവിടെ തടഞ്ഞാൽ മതി. അല്ലാഹ്, എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഇവിടെ കൊരട്ടിക്കരടുത്ത് വെച്ച് തന്നെ ഒരു അപകടത്തിൽപ്പെട്ടു. വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പൂർണ്ണമായ ശിഫ നൽകട്ടെ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തനം കൂടി ആയ ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ ഫദ്ൽ കൊണ്ട് അവന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. അപകടഘട്ടമൊക്കെ തരണം ചെയ്തുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് അവനെ അള്ളാഹു തആല തിരിച്ചു കൊണ്ടുവരട്ടെ. അവൻ്റെ സുഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അത് വേറെതാണ്, കഴിഞ്ഞതാണ്. പിന്നെ അപ്പൊ പറഞ്ഞല്ലോ, മയ്യിത്തിന് വേണ്ടി ഉംറ നിർവഹിക്കാൻ മയ്യിത്തിനെ മറമാറണം എന്നുണ്ടോ? ഇതില്ല. മരിച്ചാൽ തന്നെ മതി, മയ്യത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മയ്യത്തിനെ മാതിരിയല്ല. മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ കുളിപ്പിക്കൽ നിർബന്ധമാണ് അല്ലെ? കുളിപ്പിക്കൽ കഴിഞ്ഞ ശേഷമേ ഈ മയ്യത്ത് നിസ്കാരം പറ്റൂ, ഷർത്താണ്. നിസ്കാരത്തിന് മുമ്പ് കുളി മുൻകടക്കുക എന്നുള്ളത്. മയ്യത്തിനെ കുളിപ്പിക്കൽ കഴിഞ്ഞ ശേഷം മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കഫൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. കഫൻ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നിസ്കരിക്കാം, പക്ഷേ കഫൻ ചെയ്യൽ കഴിഞ്ഞ ശേഷം നിസ്കരിക്കുകയാണ് നല്ലത്. അപ്പൊ കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കാം, അനുവദനീയമാണ്, സഹീഹാകും. പക്ഷെ കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാലോ സഹീഹാവുകയും ഇല്ല. ഇവിടെ അതല്ല ചോദ്യം. എന്താ, മയ്യത്തിന് മറമാറൽ കഴിഞ്ഞതിന് ശേഷമേ ഉംറ നിർവഹിക്കാൻ പറ്റൂ. ഒരാൾ മരിച്ച ആൾക്ക് വേണ്ടി ഉംറ നിർവഹിക്കുകയാണേ, അയാളെ വാപ്പയാണ് മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇമ്മയാണ് മരിച്ചിരിക്കുന്നത്. അവരാണെങ്കിലോ ഹജ്ജും ഉംറയും ചെയ്യാത്ത കൂട്ടരാണ്, അല്ലെങ്കിൽ അവരെ വസിയത്തുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ആ ആൾക്ക് വേണ്ടിയുള്ള ഉംറ ചെയ്യലും ഒക്കെ ഉണ്ടല്ലോ. അത് പിന്നെ മറമാടിയതിന് ശേഷമേ പറ്റുള്ളൂ അല്ല, മരിച്ചാൽ തന്നെ മതി, എന്നാൽ തന്നെ പറ്റും. കുളിപ്പിക്കും കൂടിയും വേണ്ട, കഫൻ ചെയ്യും കുളിപ്പിക്കൊന്നും വേണ്ട, മരിച്ചാൽ മാത്രം മതി. പിന്നെ ഒന്നുമറിയാതെ ശരി, ഒന്നുമറിയാതെ സ്വപ്നം കണ്ടാൽ, അല്ലെ, സ്വപ്നം കാണാതെ, ഒന്നും അറിയാതെ സ്വപ്നം കാണാതെ സ്ഖലനം ഉണ്ടായാൽ കുളിക്കണമെന്നാണ്. ഒരാൾക്ക് ഉറങ്ങുമ്പോഴേ സ്വപ്നം കണ്ടിട്ടില്ല, വെറുതെ സ്ഖലിച്ചതാണ്, ഓനെ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. നേരം വെളുത്ത് നോക്കുമ്പോ തുണിയിൽ എന്തുണ്ട്, ഇന്ദ്രിയമുണ്ട്. സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല, ഒന്നുമില്ലാതെ എന്നാ കുളിക്കണം. കാരണം ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളത് തന്നെ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ്. പിന്നെ സംയോഗം ചെയ്തിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ എന്ത് ചെയ്തു, ഇന്ദ്രിയാണ്ട് പോയി, എന്നാൽ തന്നെ കുളി നിർബന്ധമാണ്. പിന്നെ ഭാര്യയുമായി എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ? തൊട്ടാൽ ഉളു മുറിയുമോ? തൊട്ടാൽ ഉളുമൊക്കെ ജമാഅത്തായി നിസ്കരിക്കുകയോ ചെയ്യാം.
ഭാര്യയുമായി ജമാഅത്തായി നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 27 ഇരട്ടി കൂലി കിട്ടും. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി കൂലി കിട്ടും ജമാഅത്തായി നിസ്കരിച്ചാൽ. അത് ഭാര്യയുമായി നിസ്കരിച്ചാലും കിട്ടും. പക്ഷെ ഇമാമ് ഭാര്യ ആകരുത്. പുരുഷന്റെ ഇമാമ് ഒരിക്കലും സ്ത്രീ ആവാൻ പാടില്ല, ഹുൻസയും ആവാൻ പാടില്ല. പുരുഷന്റെ ഇമാമ് സ്ത്രീ ആയെങ്കിലേ നിസ്കാരം സഹിയാകൂ. അതുകൊണ്ട് ഇമാമ് നിങ്ങൾ നിൽക്കണം, ഭാര്യ മഹ്മൂമത്തേക്കോട്ടെ, അങ്ങനെ പറ്റും. ജമാഅത്തിന്റെ കൂലി കിട്ടും ചെയ്യും. തൊട്ടാവൂലും കൂടി കഴിഞ്ഞു. നിസ്കരിക്കുമ്പോ തൊടൊന്നും വേണ്ടല്ലോ. പിന്നെ നിസ്കരിക്കുമ്പോ എന്തിനാ തൊടുന്ന്? തൊട്ടാവൂലും മുറിയും. ജുമാ നമസ്കരിക്കുന്ന സ്ത്രീ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ജുമാ നിസ്കാരം സ്ത്രീക്ക് നിർബന്ധമില്ല. പക്ഷെ ഒരു സ്ത്രീ ജുമാ നിസ്കരിച്ചാൽ സഹിയാവൂലേ? സഹിയാകും. അതറിയാലല്ലേ? ഒരു പെണ്ണെ, സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമുണ്ടോ? ഇല്ല. ജുമാ നിർബന്ധമില്ലാതെ ഒരു പെണ്ണ് ജുമാക്ക് പോവാത്തതിന്റെ പേരിൽ അള്ളാഹു തആല നാളെ മഹ്ശറിൽ അവളെ ചോദ്യം ചെയ്യൂലാന്ന്. നേരെ മറിച്ച് പുരുഷൻ ജുമാ ഉപേക്ഷിച്ചാൽ, ഉദ്ർ കൂടാതെ ഉപേക്ഷിച്ചാൽ അള്ളാഹു നാളെ മഹ്ശറിൽ വെച്ച് അവനെ ചോദ്യം ചെയ്യും. അതാ, പെണ്ണ് പോയിട്ടില്ലേ അവളെ ചോദ്യം ചെയ്യില്ല. പെണ്ണിന് ജുമാ നിർബന്ധമില്ല. ജുമാ നിസ്കരിച്ചാലോ സഹീഹാകും. അപ്പൊ ഒരു പെണ്ണ് ജുമാ നിസ്കരിക്കുമ്പോൾ എന്താ നിയ്യത്ത് വെക്കേണ്ടത്? ഫർളുന്ന സുന്നത്തുന്ന ഫർളന്നെ, ഉസല്ലി ഫർദൽ ജുമാഅത്തി തന്നെ, നിയ്യത്ത് ഫർളന്നെ. ഇനിയിപ്പോ ളുഹുർ മറക്കി നിസ്കരിക്കണം, ഒന്നും വേണ്ട. ജുമാ നിസ്കരിച്ചാൽ സഹീഹാകും. നിർബന്ധമില്ലെങ്കിലും നിസ്കരിച്ചാൽ സഹീഹാകും. പിന്നെ ഉംറയിൽ നിന്ന് തഹല്ലുലാകുന്നതിന്റെ മുമ്പ് കൂടെയുള്ളവരുടെ മുടി വെട്ടിക്കൊടുക്കാൻ പറ്റുമോ? പറ്റും, വിരോധമില്ല. മുഹരിമായ ഇഹ്റാമിലുള്ള ഒരു വ്യക്തിക്ക് ഇഹ്റാമിലുള്ള ആളുടെ മുടി വെട്ടൽ അതിന്റെ സമയമായാൽ വെട്ടിക്കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഇനി അതുമാത്രമല്ല, ഇഹ്റാമിൽ ഇല്ലാത്തൊരു ബാർബറാണ് നിൽക്കുക, ഒരു ബാർബറാണ്, ഒസാനാണ്, അയാൾ ഇഹ്റാം ചെയ്തിരിക്കുന്നു. അയാൾക്ക് എന്താ ആളുടെ പണിയെടുത്തൂടെ? തഹല്ലിലാണിന് മുമ്പായിട്ട് വേറെ മുടി വെട്ടി കൊടുക്കാനുള്ള പണിയെടുത്തൂടെ? എടുക്കാൻ യാതൊരു വിരോധമില്ല. അപ്പൊ ഇഹ്റാമിലുള്ള ആൾക്ക് ഇഹ്റാമിലില്ലാത്ത ആളുടെ മുടി വെട്ടിക്കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഇനി ഇഹ്റാമിൽ ഉള്ള ആൾക്ക് ഇഹ്റാമിൽ ഉള്ള ആളുടെ മുടി വെട്ടാൻ സമയമായിട്ടുണ്ട്, എന്നാൽ വെട്ടിക്കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. എന്നാൽ മുടി വെട്ടാനായിട്ടില്ല എന്നൊക്കെ, ഇയാൾ ആവാനായിട്ടില്ല. അങ്ങ് തഹല്ലിലാവാൻ സമയമാവാത്ത ഒരാളുടെ മുടി ആര് വെട്ടി? ഇനി മുഹരിമായ ആൾ വെട്ടി, ഇനി മുഹരിമല്ലാത്ത ആൾ വെട്ടി നിൽക്കുക, അയാളുടെ സമ്മതം കൂടാതെ എന്ന് വെട്ടിയത്. എന്നാൽ അത് പണി ചെയ്യൽ ഹറാമാണ്. അതിന് പുറമെ അതിന്റെ ഫിദിയ ആര് കൊടുക്കണം? ആ വെട്ടിയാൾ കൊടുക്കണം. അയാൾ അറിയാതെ ആരുടെ സമ്മതം കൂടാതെ ആണെങ്കിൽ, അയാളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിലോ കുറ്റക്കാരൻ അയാളാണ്, അതിന്റെ ഫിദിയ കൊടുക്കേണ്ടതും അയാൾ തന്നെയാണ്. മനസ്സിലായല്ലേ? അപ്പൊ ഇഹ്റാമിലുള്ള ആൾക്ക് അയാൾ തഹല്ലുലാളിന് മുമ്പ് തന്നെ തഹല്ലുലാവാൻ സമയമായ ഒരാളുടെ മുടി വെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ലാന്ന്. പിന്നെ ഇപ്പോൾ പ്രചാരണത്തിലുള്ള വിഗ് വെച്ചാൽ നിസ്കരിക്കാൻ പറ്റും, വിഗ് വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്ന്? അതൊക്കെ പറ്റും. ഇപ്പൊ സാധാരണ ആൾക്കാർ ഒരു വിഗ് വെക്കലുണ്ടല്ലേ, മുടി കഷണ്ടിയുള്ള ആളുകളൊക്കെ തലമ ഒരു തൊപ്പി, വിഗ് എന്ന് പറയുന്നതാണ് ഒരു തൊപ്പി. ആ തൊപ്പിമേ എന്തുണ്ട്? പിന്നെ രോമം പോലത്തെ എന്തൊക്കെ ഉണ്ട്. അത് വെക്കുന്നതിന്റെ വിധി എന്താണ്? നിസ്കാരം എങ്ങനെയാലും സഹിയാകും. അത് വെക്കുന്നതിന്റെ വിധി എന്താണ്? നിസ്കാരം സഹിയാവുന്ന പറഞ്ഞാൽ അത് നജസല്ലെങ്കിൽ സഹിയാകുമെന്ന്. അത് നജസായ സാധനമാണ് നിൽക്കുന്നത്, നിസ്കാരം സഹിയാവൂല. പിന്നെ അത് മുടിയാണെങ്കിലോ, അത് മനുഷ്യന്റെ മുടിയാണ്, ഒരു തൊപ്പിയാണ്. ആ തൊപ്പിന്റെ മേലെ മുടി പോലത്തെ ചിലതൊക്കെ ഉണ്ട്, അതാണ് തലമ കഴുത്തി വെക്കുകയാണ്. അപ്പൊ അതിന്റെ മേലെ ഉള്ള അത് മനുഷ്യമുടിയാണ് എങ്കിൽ അത് ഹറാമാകുന്നു, അത് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാകുന്നു. കാരണം മനുഷ്യന്റെ മുടി അത് കൊഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ കളഞ്ഞാലൊക്കെ അതിങ്ങനെ കളിക്കാനുള്ളതല്ല, അത് വേഗം മറവ് ചെയ്യേണ്ടതാണ്. അത് കുഴിച്ചിട്ടുള്ള സുന്നത്താ. അതാണ്. അപ്പൊ അതിന് കാരണം അതിനൊരു ഹുറുമത്തുണ്ട്, അത് അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കളിക്കാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യമുടി എന്ത് ചെയ്യാം? മനുഷ്യന്റെ മുടി അത് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആർക്കും ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ ആ വിഗ്ഗിലുള്ള മുടി മനുഷ്യമുടിയാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാകുന്നു. ഇനി മനുഷ്യമുടിയല്ല, പിന്നെ വേറെ വല്ല പിന്നെ ജീവജാലങ്ങളുടെ മുടിയാണ്, അത് നജസായ മുടിയാണ്, എന്നാലും ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാകുന്നു, നിസ്കാരം സഹിയാവുകയില്ല. നജസായ മുടിയാണെങ്കിലേ
ഇങ്ങനെ നേസായ മുടി, നായപ്പന്നിന്റെ ഒക്കെ മുടിയാണ്, നേസാണ്, മുല്ലവായ നജസാണ്. ഇനി അതല്ല മറ്റ് പിന്നെ മാംസം ഭക്ഷിക്കൽ ഹലാലല്ലാത്ത ജീവിയാണ്, അതിന്റെ മുടി നേസാണ്. അതല്ലെങ്കിലോ ഇനി മാംസം ഭക്ഷിക്കൽ ഹലാലായ വസ്തു തന്നെയാണ്, പക്ഷെ അത് ചത്തതാണ്, എന്നാ പറ്റൂല. അങ്ങനെ നജസായ മുടിയാണെങ്കിൽ അത് നിസ്കാരം സഹിയാവുകയില്ല, നജസാണ്, അത് അത് അതിന്റെ വിദ്വക്കലും ഹറാമാണ്. ഇനി മുടിയൊന്നല്ല, പിന്നെ അല്ല, ഇനി നജസായ മുടിയല്ല, ഇനി ത്വാഹിറായ മുടിയാണ്. എന്നാലോ ത്വാഹിറായ മുടിയാണ്. ത്വാഹിറായ മുടി എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ മുടിയല്ല, മനുഷ്യന്റെ മുടിയല്ലാത്ത മറ്റ് ജീവജാലങ്ങളുടെ മുടിയാണ്, നജസല്ല, ത്വാഹിറായ മുടിയാണ്. എന്നാൽ ഉത്തമല്ല, എന്നാലും ഉത്തമമല്ല, തർക്കണമില്ല, എന്നാലും ഉത്തമമല്ല. ഇനി മുടിയന്നല്ല, പിന്നെ അത് ഫൈബർ നാരുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനത്തെ ഇങ്ങനെ ഓരോരോ നാരുകളൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയ നിൽക്കുക. അല്ലെങ്കിൽ സാധാരണ നൂല് പോലെ ഉണ്ടല്ലോ, വസ്ത്രടിക്കാനൊക്കെയുള്ള നൂല് പോലെയുള്ള സാധനങ്ങളോ അതല്ലെങ്കിൽ ഫൈബർ നാരുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നാരുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ വിരോധമില്ല, അത് ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ആ മനുഷ്യൻ്റെതാവുമ്പോൾ പറ്റുകയില്ല, ഹറാമാണ്. നജസായ മറ്റ് വസ്തുക്കളുടേതാവുമ്പോഴും പറ്റുകയില്ല, ഹറാമാണ്. ഈ നജസല്ലാത്ത മറ്റ് മുടികളാണെങ്കിൽ അത് അത് ഉത്തമമല്ല. എന്നാൽ ഫൈബർ നാരുകൾ പോലെയുള്ളതൊക്കെയാണ്, അതുകൊണ്ട് വിരോധവും ഇല്ല. പക്ഷേ അതേസമയത്ത് നിസ്കരിക്കുമ്പോഴേ അല്ല വളൂ ചെയ്യുമ്പോൾ അതിന്റെ മേൽ തടഞ്ഞാൽ മതിയാ. തല തടവുമ്പോ അതിന്റെ മേൽ തടവിയാൽ മതിയാ, പോരാ. അതിന് പൊന്തിച്ചിട്ട് അതിന്റെ താഴ്ഭാഗത്തുള്ള തലമത്തിനെ തടയണം. ജനാബത്ത് കുളിക്കുമ്പോഴും തന്നെ അതിന്റെ മേലെ നനഞ്ഞാൽ പോരാ, അതെടുത്തുകൊണ്ട് അതിന്റെ താഴ്ഭാഗത്ത് തല ശരിക്കും നനയണം. ഇതിന് തൊപ്പിന്റെ വിധിയാണ്, ഒരു തൊപ്പിന്റെ വിധിയാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മലയാളത്തിൽ ഖുതുബ പറയുന്ന പള്ളിയിൽ നിസ്കാരം ശരിയാകുമോ? മലയാളത്തിലാണ് ഖുതുബ മുഴുവൻ നിൽക്കുക, നിസ്കാരം സഹിയാവൂല. മലയാളത്തിൽ അറബി അല്ലാത്ത ഭാഷയിലാണ് ഖുതുബ മുഴുവൻ, അർക്കാനുകൾ അടക്കം അറബി അല്ലാത്ത ഭാഷയിലാണ്. എന്നാൽ ഖുതുബ സഹിയാവൂല, അപ്പൊ ജുമഅ സഹിയാവൂല, അപ്പം അവിടെ ജുമഅ സഹിയാവൂല. അതേസമയത്ത് അർക്കാനുകൾ ഒക്കെ അറബിലാണ് നിൽക്കുക, എന്നാൽ ജുമഅ സഹിയാകും. പക്ഷെ ഏറ്റവും ഉത്തമം അതല്ല, അർക്കാനുകളും തവാബികളും ഒക്കെ അറബിയിലായിരിക്കലാണ്. അർക്കാനുകൾ അറബിയിലായിരിക്കൽ ഷർത്താണ്. അർക്കാനുകൾ അറബിയിൽ അല്ലാതെ മറ്റൊരു ഭാഷയിൽ നടത്തിയാൽ ജുമഅയെ സഹിയാവുകയില്ല. എന്നാൽ അർക്കാനില്ലാത്ത മറ്റു തവാബികളോ, ആ തവാബികളും അറബിയിലായിക്കൊണ്ട് ഖുതുബ നിർവഹിക്കലാണ് ഇത്തിബാഅ്, റസൂലുള്ളാഹിന്റെ ചര്യ അതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യാമോ? ചെയ്താൽ ശിർക്കാകുമോ? ശിർക്കാവൊന്നുമില്ല. മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യണമെന്ന് വിരോധമില്ല. മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യാൻ, സത്യം ചെയ്യൽ തന്നെ ഒരു ഉറപ്പിക്കലാണ്. ഇനി ആ സത്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനാണ് എന്ത് ചെയ്യണത്? ആ മുസ്ഹഫ് കൈ പിടിച്ചുകൊണ്ട്. ഈ മുസ്ഹഫിനെ തന്നെയാണ് സത്യം എന്നല്ല, അത് പാടില്ല. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. മഖ്ലൂഖിന്, സൃഷ്ടികൾക്ക് സൃഷ്ടാവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. സൃഷ്ടാവിന് സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാം. അല്ലാഹു തആലാക്കേ വന്നജ്മി, നക്ഷത്രങ്ങൾ തന്നെയാണ് സത്യം, വശംസി, സൂര്യനെ തന്നെയാണ് സത്യം എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് അതൊക്കെ പറയാം. അള്ളാഹു മഖ്ലൂഖുകളെ കൊണ്ട് സത്യം ചെയ്യാം. എന്നാൽ മഖ്ലൂഖിനോ അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്റെ മാൻ തന്നെ സത്യമാണ്, എന്റെ കുട്ടികൾ തന്നെ സത്യമാണ് എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ മുത്തുനബിയെ തന്നെയാണ് സത്യം എന്ന് പറയാൻ പാടില്ല, ഹറാമാണ്. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ. അള്ളാഹുവിനെ കൊണ്ടുള്ള ആ സത്യം ഉണ്ടല്ലോ, അതൊന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യും? ഇത് ഞാൻ ചെയ്യുന്നതിൽ യാതൊരു കളങ്കവും ഇല്ല എന്നാണ്ട് ഉറപ്പിക്കുക. അതിനുവേണ്ടി പുണ്യമായ സ്ഥലങ്ങളിൽ പോയെന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ഹഫ് കൈ പിടിച്ചുകൊണ്ട് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശിർക്കൊന്നുമില്ല. ഉസ്താദെ, നമുക്ക് നോറ്റ് വീട്ടാനുള്ള നോമ്പ് വീട്ടിയാൽ അതിൻ്റെ മുദ് അടുത്ത നോമ്പ് വരുന്നതിൻ്റെ മുമ്പ് വീട്ടേണ്ടതുണ്ടോ? പിന്നീട് വീട്ടിയാൽ മതിയോ? അതൊക്കെ മതി. നോമ്പ് വേഗം നോറ്റ് കൂട്ടണം, മുദ് അപ്പം തന്നെ കൊടുത്തോളണം എന്നൊന്നുമില്ല. അത് സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് കൊടുത്താലും മതി. ഇപ്പൊ ഈ റംസാനിൽ ഒരാൾ നോമ്പ് നോറ്റു, നോമ്പ് ഖളാ ആയി, അയാൾക്കത്
ഉദുറില്ല എങ്കിൽ, കാരണമൊന്നും ഇല്ല എങ്കിൽ അടുത്ത റമദാൻ മുമ്പായിട്ട് നോറ്റി വീട്ടൽ നിർബന്ധമാണ്. അങ്ങനെ അടുത്ത റമദാൻ മുമ്പായിട്ട് ആ നോമ്പ് നോറ്റി വീട്ടി അല്ലേ, നബിനോടൊന്നും മുത്തൊന്നും കൊടുക്കണം, വേണ്ട. എന്നാൽ ഈ അടുത്ത റമദാനിന് മുമ്പായിട്ട് നോറ്റി വീട്ടാൻ സൗകര്യമുള്ളതിനോട് കൂടെ അവൻ നോറ്റി വീട്ടില്ല. പിന്നെ അടുത്ത റമദാൻ ശേഷം നോറ്റി വീട്ടുന്നത്. എന്നാൽ നോറ്റി വീട്ടിയാൽ മാത്രം പോരാ, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണമല്ലോ. ആ മുദ്ദ് അപ്പത്തിനെ കൊടുക്കണം, അതൊന്നുമില്ല. അത് അവന്റെ ദിമ്മത്തിൽ അവിടെ നിലനിൽക്കുന്ന ഉള്ളൂ. അത് അവർ കൊടുത്തുവിട്ടാൽ നിർബന്ധമാണ്. അത് അപ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല, പിന്നീട് കൊടുത്താലും മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഹാന്മാരുടെ അടുക്കൽ നിന്ന് സമ്മതം കിട്ടി ഓതുന്ന ദിക്റും അല്ലാതെ ഓതുന്ന ദിക്റും വ്യത്യാസം പറഞ്ഞു തരാമോ? മഹാന്മാരുടെ അടുക്കൽ നിന്നും സമ്മതം ഓതുന്നതിന്റെ ഗുണങ്ങൾ പറഞ്ഞു തരാമോ? മഹാന്മാരുടെ അടുക്കൽ നിന്ന് ഇജാസത്ത് പ്രകാരം കിട്ടുന്ന ദിക്റുകളെ, അത് ശരിയായ നല്ലൊരു മഹാനാണ് എങ്കിൽ, അങ്ങനെയുണ്ടല്ലോ, നല്ലൊരു മഹാനാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ശരിയായ സിൽസിലൊക്കെ ഉണ്ട്, അതിന്റെ പരമ്പര ശരിക്കുണ്ട്, സനദ് ശരിക്കുണ്ട്. എന്നാൽ അതിവിടെ അയാൾക്ക് അദ്ദേഹത്തിന്റെ ഷേഖ്, ഇതിപ്പോ എല്ലാ ഷേഖന്മാരും ഇങ്ങനെയൊന്നും പറയല്ല കേട്ടോ, എല്ലാ ഷേഖന്മാരുടെ അടുക്കലുള്ള ദിക്റും അങ്ങനെയാന്ന് പറയല്ല. ശരിയായ ഷേഖാണ് എങ്കിൽ, അയാൾ നല്ലൊരു പരമ്പരയെ കൂടെ വന്ന പിന്നെ ത്വരീഖത്തൊക്കെയാണ് എങ്കിൽ, അത് അയാൾക്ക് അയാളുടെ ഷേഖിൽ നിന്ന് ലഭിച്ചതായിരിക്കും, അയാൾക്ക് അയാളുടെയും ഷേഖിൽ നിന്ന് ലഭിച്ചതായിരിക്കും. അങ്ങനെ അയാൾക്ക് അയാളുടെ ഷേഖ് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ വരെയൊക്കെ മുട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ പിന്നെ മുറിയാത്ത ആ മുത്തസിലായ സനദ് ഉണ്ടല്ലോ, ഇയാളും റസൂൽ അതിലേക്ക് മുറിയാത്ത ഒരു പരമ്പരയിൽ കൂടി വന്ന ദിക്റുകളാണ്. അതേ സമയത്ത് നമ്മുടെ ഹദീസിന്റെ കിതാബുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ കണ്ടുപിടിച്ച ചില ദിക്റുകൾ എന്നാലിപ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ ബുഖാരിൽ തന്നെയുള്ള ഹദീസ് ആയിക്കോട്ടെ, അല്ല ബുഖാരിയിൽ തന്നെ പറഞ്ഞ ദിക്റുകളായിക്കോട്ടെ, എന്നാലോ ബുഖാരി മുതൽ ഇതുവരേക്കുള്ള സനദൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ അതാണ് മഹാന്മാരുടെ അടുക്കൽ നിന്ന് ലഭിച്ച ദിക്റുകളൊക്കെ ആകുമ്പോൾ അത് ശരിയായ സനദോട് കൂടിയുള്ളതാണ് എങ്കിൽ, ശരിയായ പരമ്പരയിൽ കൂടി വന്ന ത്വരീഖത്തൊക്കെയാണ് എങ്കിൽ, അങ്ങനെയുള്ള നല്ലൊരു ഷേഖാണ് എങ്കിൽ, അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കും മുറിഞ്ഞു പോവാതെ നേർക്കുനേരെയുള്ള ശരിയായ പരമ്പരയിൽ കൂടി ലഭിച്ച ദിക്റുകളൊക്കെ ആയിരിക്കും. അതേസമയത്ത് നമ്മുടെ ഹദീസിന്റെ കിതാബുകൾ നോക്കിയെടുക്കുമ്പോൾ അതിന് അത്രയും പിന്നെ ശക്തമായ ഒരു പിൻബലം അതിലുണ്ടാവുകയില്ല. അതാണ് നമ്മൾ കൂലിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. കൂലി പിന്നെ ഒക്കെ ആ സനതും മറ്റൊക്കെ നോക്കിയിട്ടൊന്നുമില്ല, കൂലിയ ചര്യയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ശരിയായ പരമ്പര കൂടെയാണ് എങ്കിലേ ഇത് നല്ല ഉറപ്പുള്ള കാര്യമാണെന്ന് അത്രേ ഉള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, സ്ത്രീകളുടെ മുടി ഔറത്ത് അല്ലാത്ത ഏതെങ്കിലും മദ്ഹബുണ്ടോ? ഇല്ല, ഒറ്റ മദ്ഹബില്ല. ഞാൻ 4 മദ്ഹബിന്റെ കിതാബ് ആവശ്യത്തിൽ നോക്കിക്കണു. ഞാൻ ഈ ചോദ്യം കണ്ടപ്പോൾ തന്നെ കിതാബൊക്കെ നോക്കി. 4 മദ്ഹബിൽ മുടി ഔറത്തല്ലാത്ത ഒരു മദ്ഹബും ഇല്ല. എന്നാൽ മാലിക്കി മദ്ഹബിലൊക്കെ ഉണ്ട്. സ്ത്രീയുടെ ഔറത്ത് നെഞ്ഞ് കണ്ടല്ലോ, മലയുടെ മുകൾ ഭാഗം നെഞ്ഞൊക്കെ ഒളിവാക്കിക്കൊണ്ട് ഒരു പെണ്ണ് നിസ്കരിച്ച് നിൽക്കുക. എന്നാലും മാലിക്കി മദ്ഹബ് അനുസരിച്ച് നിസ്കാരമൊക്കെ സഹിയാകും. അതുപോലെ കാലിന്റെ പാദം വെളിവാക്കി നിസ്കരിച്ചാൽ സഹിയാവുന്ന മദ്ഹബുണ്ട്. നെഞ്ഞ് വെളിവാക്കി കഴുത്തൊക്കെ ശരിക്കും കാണുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ, എന്നാലും സഹിയാവുന്ന മദ്ഹബുണ്ട്. പക്ഷെ അതേസമയത്ത് മുടി കാണിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും എന്ന് ആ മദ്ഹബുകളിലും ഇല്ല. ആകയാൽ മുടി വെളിവാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമെന്ന് പറയുന്ന മദ്ഹബ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ആന്ധ്രയിലാണ്. ഇവിടെ പള്ളിയിൽ ബാങ്കില്ല. ബാങ്കില്ലാത്ത സ്ഥലമാണ്. നമസ്കാര സമയം അറിയാൻ എന്ത് ചെയ്യും? അടുത്തൊരു പള്ളി ഉണ്ട്, അവിടെ ഉള്ള ഇമാമ് ഏത് മദ്ഹബുകാരനാണെന്ന് അറിയില്ല. അതൊന്നും നിങ്ങൾ പറഞ്ഞോളൊന്നുമില്ല. അടുത്തൊരു പള്ളിയിലും ഒരു ഇമാമുണ്ട്, ആള് ഏതൊരു മദ്ഹബുകാരനാണെന്ന് അറിയൊന്നും വേണ്ട. അയാളെ തുറന്ന് നിസ്കരിക്കാൻ യാതൊരു വിരോധവുമില്ല. അയാൾ നല്ല സുന്നിയാണെന്ന് കരുതുന്നത്.
അയാൾ മുസ്ലിമായ മുഅ്മിനായ സുന്നിയായ നല്ലൊരു മനുഷ്യനാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഏതൊരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ നല്ല വിശ്വാസമാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അയാൾ തുടർന്ന് നിസ്കരിക്കാം, യാതൊരു വിരോധമില്ല. നിസ്കാരം സഹിയാവും, ജമാഅത്തിന് കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ ബാങ്കില്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സമയം എങ്ങനെ അറിയാലോ എങ്ങനെയാണ് നിസ്കരിക്കാനുള്ള സമയം ഏതാണെന്ന് ഓരോ നിസ്കാരത്തിനെയും വഖത്തിന്റെ സമയം കിതാബുകളൊക്കെ ശരിക്ക് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ഫജ്ർ സ്വാദിഖ് ഒഴിവാവുക, അതായത് കിഴക്കൻ ചക്രവാളത്തിൽ ഒരു പ്രഭ പൊട്ടിവിടരുക. സൂര്യൻ ഉദിക്കുന്നതിന്റെ കുറച്ചൊക്കെ മുമ്പായിട്ട്, സൂര്യൻ ഉദിക്കുന്നതിന്റെ ഒരു 1 മണിക്കൂർ മുമ്പൊക്കെ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിയാൽ എന്തുണ്ടാകും? അവിടെ നല്ലൊരു ഒരു പ്രകാശം ഉണ്ടാകും, ഒരു പ്രഭ പൊട്ടിവിടരും. അതായിട്ട് സുബിഹായി എന്നതിന്റെ അർത്ഥം. അതുമുതൽ സൂര്യൻ ഉദിക്കുന്നവരേക്കാണ് സുബഹിന്റെ സമയം. സൂര്യൻ മധ്യരേഖയിലെത്തി, നമ്മുടെ തലന്റെ നേരെ മേലെത്തി, ഒന്നാണ് തെറ്റി, എന്നാൽ ളുഹറിന്റെ സമയമായി. പിന്നെ ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആവുന്നവരെയാണ് അസർ, ളുഹറിന്റെ സമയം. അതായി കഴിഞ്ഞാൽ, ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആയി കഴിഞ്ഞാൽ അസറിന്റെ സമയമായി. സൂര്യൻ അസ്തമിക്കുന്നവരെയാണ് അസറിന്റെ സമയം. സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബിന്റെ സമയമായി. മേഘത്തിലെ കടുംചുകപ്പ് മാറുന്നവരെയാണ് മഗ്രിബിന്റെ സമയം. മേഘത്തിന്റെ കടുംചുകപ്പ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അത് ഇശയായി. അത് മുതൽ ഫജ്ർ സ്വാദിഖ് ഒളിവാകുന്നവരേക്കാണ് ഇശാന്റെ സമയം. ഫജ്ർ സ്വാദിഖ് ഒളിവായി കഴിഞ്ഞാൽ സുബ്ഹിയായി. അപ്പൊ ബാങ്ക് കൊടുത്തോളൊന്നുമില്ലാന്ന് നിസ്കാരത്തിന് സമയം അറിയാൻ ഇതൊക്കെയാണ് മാർഗം. പിന്നെ ഏതാണ് നിങ്ങൾ അടുത്ത പള്ളിത്തെ ഇമാമിന്റെ മദ്ഹബ് പറഞ്ഞോളൊന്നുമില്ല, നിങ്ങൾക്ക് അയാളെ തുടർന്ന് നിസ്കരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ഹദ്ദാദിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? ഹദ്ദാദിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാച്ചാല്, ഹദ്ദാദ് എന്ന് പറഞ്ഞാലേ പിന്നെ സഹീഹായ ഹദീസുകളിൽ വന്ന തസ്ബീഹുകളും ദിക്റുകളൊക്കെയാണ് ഹദ്ദാദിലുള്ളത്. അതായത് രാവിലെ സമയത്ത് ചൊല്ലൽ സുന്നത്തായ ദിക്റുകളുണ്ട്, വൈകുന്നേര സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളുണ്ട്, രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളുണ്ട്. എങ്ങനെയൊക്കെ? രാവിലെ മാത്രം ചൊല്ലൽ സുന്നത്തായ ദിക്റുകളുണ്ട്, രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തായ ദിക്റുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് രാവിലെയും വൈകുന്നേരം ചൊല്ലൽ സുന്നത്താണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അത് വൈകുന്നേരം ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ഇതൊക്കെ പിന്നെ ഹദ്ദാദിലുണ്ട്. അപ്പോ രാവിലെ മാത്രം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളുണ്ട്, രാവിലെയും വൈകുന്നേരം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളുണ്ട്, വൈകുന്നേരം മാത്രം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളുണ്ട്. ഹദ്ദാദിലുള്ള എല്ലാ ദിക്റുകളും ഒന്നുകിൽ വൈകുന്നേരം മാത്രം ചൊല്ലൽ സുന്നത്തുള്ളതോ അതല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ളതോ ആണ്. അല്ലാത്തൊരു ദിക്ർ ഹദ്ദാദിൽ കാണുകയില്ല. അത് സഹീഹായ ഹദീസുകൾ വന്ന ദിക്റുകളാണ്. അത് പല ഹദീസിന്റെ കിതാബുകളും പരന്നു കിടക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് എന്ത് ചെയ്ത് അദ്ദേഹം അതൊക്കെ ക്രോഡീകരിച്ചു നമുക്ക് എളുപ്പമാക്കി തന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അതിൽ ചില ഫാത്തിഹകളൊക്കെ ഉണ്ടല്ല അവസാനം, അത് ശേഖം പിന്നെ ഹദ്ദാദിൽ ക്രോഡീകരിച്ച അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഉസൂൽ ഫുറൂഇനൊക്കെ വേണ്ടിയുള്ള നമ്മളെ വകയായിട്ട് ഒരു ഫാത്തിഹ ഇത് ചേർക്കാന്നേ ഉള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നാവ് ഓടിക്കൽ സുന്നത്തുണ്ടോ? നാവ് ഓടിക്കൽ സുന്നത്താണ്, കിതാബിലെ കാണാലോ. പല്ല് തേക്കൽ സുന്നത്താണ്, നാവ് ഓടിക്കലും സുന്നത്താണ്. നാവ് ഓടിക്കാന്നില്ല, നാവിലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പല്ലിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, നാവിലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പല്ലിലിങ്ങനെ വീതിയിലും അല്ലെ, വീതിയിലിങ്ങനെ മിസ്വാക്ക് തേക്കലാണ്, ബ്രഷ് ഇങ്ങനെ തേക്കലാണ് സുന്നത്ത്. നാവിലിങ്ങനെ നീളത്തിൽ ഇങ്ങനെ തേക്കലാണ് സുന്നത്ത്. ഹദീസും ഉണ്ട്. ഹദീസ് നാവിൽ മിസ്വാക്ക് ചെയ്തതിനും ഹദീസുണ്ട്. പിന്നെ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറയാ, ഖാല അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. ആ സമയത്ത് വഹു യസ്താഖു ബി സിവാക്കിൻ, ഒരു മിസ്വാക്ക് കൊണ്ട് റസൂൽ മിസ്വാക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ ചെന്നപ്പോഴേ റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ചെന്നു. അപ്പൊ റസൂൽ എന്താ ചെയ്യണത്? അപ്പൊ റസൂൽ അങ്ങനെ മിസ്വാക്ക് ചെയ്യാണ്, ബ്രഷ് ചെയ്യാണ്. വതർഫു സിവാക്കി അലാ ലിസാനിഹി, ഞാൻ ചെന്നപ്പോ റസൂലുള്ളാഹിന്റെ ആ മിസ്വാക്കിന്റെ ആ അറ്റണ്ടല്ലോ, അത് ആ തല, ആ റസൂലുള്ളാഹിന്റെ നാവിന്റെ മേലെ, പല്ലുമലല്ല തേക്കുന്നത്, റസൂലുള്ളാഹി നാവുമ്മ തേക്കുക. വഹുവ യഖൂൽ, റസൂലുള്ളാഹി ആ നാവിന്മേൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. വഹുവ യഖൂൽ റസൂലുള്ളാഹി എന്ന് പറയുന്നു. ഏത് സ്ഥിതിയിൽ? വസ്തിവാഖു ഫീഹി, റസൂലുള്ളാഹിന്റെ വായിൽ മിസ്വാക്കുണ്ട്, അതേ സ്ഥിതിയിൽ റസൂലുള്ളാഹി എന്ന് പറയുന്നു. അപ്പൊ ഈ നാവും അങ്ങനെ വടിക്കുമ്പോൾ ഉണ്ടാവില്ല, ഒരു കൊര വരുമല്ലോ അല്ലേ?
നാവിന്റെ അങ്ങേ തലക്കൊക്കെ മിസ്വാക്ക് കൊണ്ടുവരുമ്പോ വരുമല്ലോ. അപ്പൊ അതിനൊക്കെ തെളിവുണ്ട്. അപ്പോ അവരാ പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജീവനുള്ള ചിത്രം സ്കൂളിൽ നിന്ന് കുട്ടിക്ക് വരക്കാൻ പറ്റുമോ? സ്കൂൾ കുട്ടികളോട് ടീച്ചർമാരൊക്കെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഒക്കെ വരക്കാനൊക്കെ പറയില്ലല്ലേ, ആനയും പശുവിനൊക്കെ, അതൊക്കെ വരക്കാൻ പറ്റുമോ? വിരോധമൊന്നുമില്ല എന്നാണ്. അത് വരക്കൽ ഹറാമൊന്നുമില്ല. പിന്നെ പ്രതിമ ഉണ്ടാക്കൽ ഹറാമാണ്. ഒരു ആനന്റെ പ്രതിമ ഉണ്ടാക്കാനാ കുട്ടിനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല, ഹറാമാണ്. പ്രതിമ ഉണ്ടാക്കലും ഫോട്ടോ എടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രതിമ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗവും കീഴ്ഭാഗവും വലഭാഗവും ഇടഭാഗവും പിന്നെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ഉണ്ടാവും. 6 ഭാഗങ്ങൾ ഉണ്ടാവും പ്രതിമക്ക്. ഫോട്ടോ അതല്ല. ഫോട്ടോ അതൊരു പിന്നെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഫോട്ടോ വരക്കുന്നത് കൊണ്ട് വിരോധമില്ല. പ്രതിമ ഉണ്ടാക്കൽ ഹറാമാകുന്നു. എന്നാൽ ഫോട്ടോ വരക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നല്ലത്. പക്ഷെ വരക്കുന്ന കൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ ഖിബ്ലയുടെ ദിശ ശരിയെന്ന ബലത്തിൽ നിസ്കരിക്കുകയും പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാവുകയും ചെയ്താൽ അതുവരെ നിസ്കരിച്ച നിസ്കാരത്തിന്റെ വിധി എന്താണ്? നിസ്കാരമൊക്കെ മടക്കി നിസ്കരിക്കണം. നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മടക്കി നിസ്കരിക്കണം. എന്താണ് ഞാൻ നിസ്കരിക്കണമൊക്കെ ഖിബ്ലയ്ക്ക് തിരിഞ്ഞിട്ടാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് ബോധ്യപ്പെട്ടു ഉറപ്പായി നടത്തണം. ആ നിസ്കരിച്ചതൊന്നും ഖിബ്ലയ്ക്കായിരുന്നില്ല എന്ന കാര്യം പിന്നീട് ഉറപ്പായാൽ ഒക്കെ മടക്കി നിസ്കരിക്കണം. നേരെ സംശയമായാലോ മടക്കി നിസ്കരിക്കുകയും വേണ്ട. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലേ? ഞാൻ ഇതുവരെയൊക്കെ നിസ്കരിച്ച നിസ്കാരം ഖിബ്ലയ്ക്ക് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി നിൽക്കുക. നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മടക്കി നിസ്കരിക്കണം. ഉറപ്പില്ല, സംശയമാണ്, എന്നാലോ ഒന്നാ മടക്കി നിസ്കരിക്കും വേണ്ട. ഇജ്തിഹാദ് ചെയ്തിട്ടാണ് നിൽക്കുക. ഖിബ്ലനെ കാണാനുണ്ട് അല്ലേ, കഅബനെ കാണാനുണ്ട്. അപ്പോൾ തിരിസ്കരിക്കൽ എന്താ? ഉറപ്പാണ് ഖിബ്ല കാണുന്നത് അല്ലേ? ഉറപ്പാണ്. അതുപോലെ തന്നെ സാധാരണ നമ്മളെ ദിശയൊക്കെ നോക്കിയിട്ട് തിരിച്ചാലും അങ്ങനെ തന്നെയാണ്. വടക്കം നോക്കിയൊക്കെ തിരിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ പലതും. നമ്മുടെ പല ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളൊക്കെ വെച്ച് പള്ളിന്റെ സ്ഥാനമൊക്കെ നോക്കി ആ ഭാഗത്തേക്ക് മെഹ്റാബ് ശരിയാക്കി അങ്ങനെയൊക്കെ. എന്നാലും ഖിബ്ലന്റെ ഭാഗത്തേക്കാണ് കാര്യം ഉറപ്പാണ്. നേരെ മറിച്ച് യാതൊരു ഒരു അടയാളം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇജ്തിഹാദ് ചെയ്യണം, ഗവേഷണം നടത്തിക്കൊണ്ട് ഏത് ഭാഗത്താണ് ഖിബ്ല എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ യഖീൻ ഉണ്ടാവില്ല എന്നാണ്. ഇജ്തിഹാദ് കൊണ്ട് കിട്ടിയ ലന്നാണ്. ലന്നേ കിട്ടുള്ളൂ. യഖീന്റെ ഉറപ്പിന്റെ നേരെ താഴെയുള്ള അറിവേ കിട്ടുള്ളൂ. എന്നാലോ അങ്ങനെ ഒരാൾ ഒരു ഇജ്തിഹാദ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു, പിന്നീട് ഒരിക്കൽ ഇജ്തിഹാദ് ചെയ്തപ്പോ അതല്ല ശരി, വേറെ ഭാഗത്താണ് മനസ്സിലാക്കി നിൽക്കുക. അപ്പൊ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. അപ്പൊ ആദ്യം നിസ്കരിച്ച നിസ്കാരോ നടത്തി നിസ്കരിക്കണോ? വേണ്ട. എന്താ കാരണം? രണ്ടും യഖീനല്ല, വന്നാണ്. രണ്ടും ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചതാണ്. ഇജ്തിഹാദ് ചെയ്താൽ യഖീൻ കിട്ടില്ല, വന്നേ കിട്ടുള്ളൂ. ഇപ്പൊ മനസ്സിലാക്കണ അബ്ദുള്ള സാഹിബിന് മനസ്സിലായി ഞാനീ പറഞ്ഞത്? അബ്ദുള്ള സാഹിബിന് ഞാനീ പറഞ്ഞ മനസ്സിലാക്കണ? ഞങ്ങൾക്ക് മസാല ഇത് അറിയില്ല എന്ന് പറയില്ല കേട്ടോ. ഞാനീ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ്. എന്താ മുമ്പരും അടലിയേ ഒരു പൂവൊക്കെ ഇട്ട് കണ്ടുപോയിട്ട് കൊണ്ട് പോയാ പോട്ടെ. ഷമീമിനെ മനസ്സിലായിട്ടുണ്ടല്ലേ? അപ്പൊ മനസ്സിലായി. അപ്പൊ ഏതായാലും സംഭവം അതാണ്. ബിസിയാവും. സംഭവം എങ്ങനെയാണ്? ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് ബോധ്യപ്പെട്ടവർ ഉറപ്പായി അത് ഞാൻ നിസ്കരിക്കുന്നത് ഖിബ്ലയിലേക്ക് ആയിരുന്നില്ല എന്ന കാര്യം ഉറപ്പായാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. നേരെ മറിച്ച് ഉറപ്പല്ല, പിന്നെ വന്നാണ്, എന്നാ മടക്കി നിസ്കരിക്കുകയും വേണ്ട. വന്ന് പറഞ്ഞാല് പിന്നെ ഉറപ്പില്ല, സംശയമാണ്, അല്ലെങ്കിൽ സംശയത്തിന്റെ അപ്പുറമാണ്, എന്നാലും മടക്കി നിസ്കരിക്കണ്ട. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖളാഅ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഓരോ വക്തിനും വേറെ ബാങ്കും ഇഖാമത്തും കൊടുക്കണോ, അതോ ഒരു ബാങ്കും ഇഖാമത്തും മതിയോന്ന്? ഖളാഅ നിസ്കാരം നിസ്കരിക്കുമ്പോഴേ ഓരോ ബാങ്കിനും ഓരോ ഇഖാമത്ത് അങ്ങനെ വേണ്ട. കുറെ നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ നിസ്കാര സമയത്ത് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ആദ്യത്തെ നിസ്കാര സമയത്ത് ബാങ്കും ഇഖാമത്തും, പിന്നെയുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ഇഖാമത്ത് മാത്രം കൊടുക്കലാണ് സുന്നത്ത്. അപ്പൊ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ആ ഉടനെ വേറെ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ
രണ്ടാമത്തെ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കലല്ല, ഇഖാമത്ത് മാത്രം കൊടുക്കലാണ് സുന്നത്ത്. പിന്നെ ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. വാഹനം ഇൻസ്റ്റാൾമെന്റ് ആയി എടുത്താൽ പലിശ ആകുമോ? വാഹനം ഇൻസ്റ്റാൾമെന്റ് ആയി എടുത്തിട്ട് പലിശ ആകുന്നില്ല. അതാ വാഹനം അതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടവിനെടുക്കാന്നല്ലേ, ഗഡുക്കളായിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി, ആ നിരക്കല്ലേ അതിനല്ലേ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞാല് അല്ലേ? ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഉദാഹരണം 1000 റുപ്യക്ക് സാധനം എടുത്തു, അത് 10 തവണയായിട്ട്, അതെ 10 തവണയായിട്ട് അടച്ചാൽ മതി, 100 റുപ്യ അടച്ചു കൊടുത്താൽ മതി. ഇതാണ് ഇൻസ്റ്റാൾമെന്റ്. അതുകൊണ്ട് ഹറാമൊന്നാവൂല, അടവിന് അതും ഹറാമൊന്നല്ല, അത് പലിശ ഒന്നാവൂല. പലിശ പറഞ്ഞാല് അതല്ല, ആ വാഹനത്തിന്റെ വിലയേക്കാളും അപ്പുറം കൊടുക്കേണ്ടി വരും എന്ന് നോക്കുക. അത് കടം വാങ്ങാണ്, ആ കടം വാങ്ങുന്നത് കാരണം ആ സാധനത്തിന്റെ വിലയേക്കാളും അപ്പുറം കൊടുക്കേണ്ടി വരികയാണ്, എന്നാൽ പലിശയാണ്, അത് ഹറാമാണ്. ഉദാഹരണമാണ്, 1,00,000 റുപ്യക്കാണ് വാഹനം, 1,00,000 റുപ്യക്കാണ് ഇയാൾ വാഹനം വാങ്ങിയത്. പക്ഷെ അയാൾ അപ്പോൾ തന്നെ അത് കൊടുക്കുന്നില്ല. അപ്പൊ അതിന്റെ മുതലാളി പറയുന്നത്, നീ എന്ത് ചെയ്ത് 1,50,000 റുപ്യ തരണം, പക്ഷെ ഓരോ മാസം 15,000 റുപ്യ വെച്ച് അടച്ചെന്നാൽ മതി. എന്നാലോ അപ്പൊ അയാൾ വിറ്റ വിലയേക്കാളും 50,000 റുപ്യ അധികം കൊടുക്കേണ്ടി വരികയാണ്, അപ്പോൾ അത് പലിശയാണ്. അതേസമയത്ത് അയാൾ വിറ്റ തന്നെ 1,50,000 റുപ്യക്കാണ് നിൽക്കുക, അയാൾ വിറ്റത് തന്നെ 1,50,000 റുപ്യക്കാണ്. പിന്നെ അയാൾ പറയുന്നത്, ഈ വാഹനം നിനക്ക് ഞാൻ 1,50,000 റുപ്യക്ക് വിറ്റു, ആ 1,50,000 നീ എന്ത് ചെയ്താൽ മതി, 10 ഗഡുക്കളായിട്ട് അടച്ചു തന്നാൽ മതി എന്നാണെങ്കിലോ, എന്നാൽ പലിശയുമല്ല. അപ്പൊ അതാ ഉസ്താദെ, ഉളുഹിയത്തിന്റെ ഇറച്ചി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാമോ? ഉളുഹിയത്തിന്റെ ഇറച്ചി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം അത് ഇർഫാഖുൽ മുസ്ലിമീന മുഅ്മിനീനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഉളുഹിയത്തെ അഖീഖത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അഖീഖത്തിന് വേറെ പിന്നെ എന്തുണ്ട്, ഇത് രക്തം കുറ്റിയൊലിപ്പിക്കുക എന്നുള്ളത്, അത് ഏതാനും ചെയ്താൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അമുസ്ലിങ്ങൾക്ക് ദാനം ചെയ്താൽ കൂലിട്ടും, പക്ഷെ കൂലിട്ടും. ഒരു അമുസ്ലിമായ മനുഷ്യന് എന്ത് ചെയ്തു, നമ്മൾ മാംസം കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത്, അല്ലെങ്കിൽ പൈസ കൊടുത്ത്, എന്ത് കൊടുത്താലും ദാനം ചെയ്താലും കൂലിട്ടും. മുസ്ലിമിന് മാത്രമല്ല, ജീവനുള്ള ഏത് വസ്തുവിന് കൊടുത്താലും കൂലിട്ടും. പക്ഷെ ഇതല്ല, ഇത് ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വെറും ദാനമല്ല, അതിൽ ചില നിബന്ധനകളൊക്കെ ഉള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ നീർച്ചയാക്കപ്പെട്ട ഉളുഹിയത്ത് നിൽക്കുക, എന്നാൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ നീർച്ചയാക്കി ഉളുഹിയത്ത് അറുത്ത് കൊടുക്കാൻ, എന്നാ എനിക്ക് തന്നെ പറ്റൂല, എന്റെ കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റൂല, അല്ലേ? അങ്ങനല്ലേ? അപ്പൊ അത് കാരണം എന്താണ്? അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധന പാലിച്ചെങ്കിലേ അത് സഹിയാകും. അപ്പൊ അതിൽപ്പെട്ടതാണ് ഏത് മുസ്ലിങ്ങൾ കൊടുക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പോ മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്താൽ സഹിയാകും, പക്ഷെ ഉളുഹിയത്ത് പറ്റുകയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ളുഹർ, അസർ എന്നീ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ ഉണ്ടോ? പ്രത്യേകം സൂറത്തുള്ള സുന്നത്ത് പറഞ്ഞാലേ സുബ്ഹിക്കും ളുഹറിനും തിവാലുൽ മുഫസ്സൽ സുന്നത്താണ്. തിവാലുൽ മുഫസ്സൽ ആണ് സൂറത്തുൽ ഹുജറാത്ത് മുതൽ പിന്നെ അമ്മ സൂറത്ത് വരേക്കുള്ള സൂറത്തുകൾക്കാണ് തിവാലുൽ മുഫസ്സൽ എന്ന് പറയുക. ഹുജറാത്ത് ഉണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, അതല്ലേ അതിന്റെ തുടക്കം. അപ്പോ ഹുജറാത്ത് സൂറത്ത് മുതൽ അമ്മ സൂറത്ത് വരേക്കുമുള്ള സൂറത്തുകൾക്കാണ് തിവാൽ മുഫസ്സൽ. ഇത് ഓതലാണ് സുന്നത്ത്. ഏതില്? സുബ്ഹിക്കും ളുഹറിനും സുന്നത്താണ്. സുബ്ഹിക്കും ളുഹറിനും അതിൽ തന്നെ വലിയ സൂറത്ത്, തിവാൽ മുഫസ്സലിൽ തന്നെ വലിയ സൂറത്തുണ്ട്. ആ വലിയ സൂറത്തുകൾ സുബ്ഹിക്ക് ഓതുക, അത്ര തന്നെ വലിപ്പം ഇല്ലാത്ത സൂറത്തുകൾ പിന്നെ ളുഹറിനും ഓതുക. ഇതാണ് സുന്നത്ത്. ഇനി പിന്നെ ഇതുണ്ടല്ലോ, ഇത് അമ്മ മുതൽ പിന്നെ ഏതാണ്, അമ്മ മുതൽ വദ്ദുഹാ വല്ലൈലി വരെയുള്ള സൂറത്ത്, അതിന് ഔസാത്തുൽ മുഫസ്സൽ എന്ന് പറയും. ഈ ഔസാത്തുൽ മുഫസ്സലാണ് അസറിനും ഇശാഇനും നല്ലത്. അമ്മന്റെയും വദ്ദുഹന്റെയും കൂടെ ഇടയുള്ള അമ്മ മുതൽ വദ്ദുഹാ വല്ലൈലി മുതൽക്കുള്ള സൂറത്തുകൾ അസർ നിസ്കാരത്തിലും അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിലും അതാണ് സുന്നത്ത്. മഗ്രിബിന് ഖിസാർ വദ്ദുഹാ വല്ലൈലിന്റെയും ഖുൽ അഊദു ബിന്നാസിന്റെയും കൂടി ഇടയുള്ള, അല്ല വദ്ദുഹാ വല്ലൈലി മുതൽ
ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള സൂറത്തുകൾ. അതാണ് മഗ്രിബിക്ക് സുന്നത്ത്. ഇതിന്റെ അർത്ഥം ഇതന്നെ ഓതിയിലെ സുന്നത്തിന് കൂലി കിട്ടും എന്നല്ല കേട്ടോ. ഇനി ഒരാൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ആണ് ഇശാക്ക് ഓതിയത്, എന്നാലും സഹിയാകും, സൂറത്ത് ഓതിയ കൂലി കിട്ടും ചെയ്യും. ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെയാണ് എന്ന്. അതാണ്. ഇതൊക്കെ എപ്പോഴാണ് ചെണ്ടോ? ഇതൊക്കെ വമഹല്ലു ഇസ്തിഹ്ബാബി ത്രിവാലി വൽ ഔസാത്തി, ഈ ത്രിവാലുൽ മുഫസ്സലും ഔസാത്തുൽ മുഫസ്സലൊക്കെ ഓതൽ സുന്നത്താവൽ എപ്പോഴാണ്? ഇദം ഫറദൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ്, ഇമാമത്തുമ്പോഴല്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അവന് ഇഷ്ടമുള്ള അത്ര നീട്ടി നിസ്കരിച്ചൂടെ? അതല്ലെങ്കിൽ ഔ ആസറൽ മഹ്സൂന അത്തത്ബീല, അല്ലെങ്കിൽ നീട്ടി നിസ്കരിക്കുന്ന തൃപ്തിയാണ് പിന്നെ ആർക്ക്? ഈ മൗമൂമിങ്ങൾക്ക്. അങ്ങനത്തെ മഹ്സൂരിങ്ങളായ ഒരു ജനത മാത്രമേ ഉള്ളൂ, കൃത്യമാക്കപ്പെട്ട ഒരു ജനത മാത്രമേ മൗമൂമികളായിട്ടുള്ളൂ. അവർക്കാണെങ്കിലോ ഈ ഇമാം നീട്ടി നിസ്കരിക്കുന്ന വലിയ തൃപ്തിയാണ്. എന്നാ കാര്യം ആർക്കറിയാം? ഇമാമിന് അറിയാം. അപ്പോഴും സുന്നത്താണ്. സാധാരണ ഇങ്ങനെ പല വഴിയുള്ള ആളുകളൊക്കെ കടന്നു വരുന്ന പള്ളിയല്ല, പിന്നെ ക്ലിപ്തമായ പിന്നെ ആളുകൾ മാത്രമേ ആ പള്ളിക്ക് ചെല്ലാറുള്ളൂ. അവർക്കാണെങ്കിലോ ഈ ഇമാം നീട്ടി നിസ്കരിക്കാൻ വലിയ തൃപ്തിയാണ് എങ്കിൽ ഈ പറഞ്ഞതൊക്കെ. അതല്ലെങ്കിൽ എന്താ വേണ്ടത്? അതല്ലെങ്കിൽ ചെറിയ സുഹൃത്തൊക്കെ ഓതിട്ട് മൗമൂമിങ്ങളെ വേഗം പറഞ്ഞേക്കാണ് വേഗം വേണ്ടത്. ഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ മൗമൂമിങ്ങൾക്ക് തൃപ്തി ഇല്ല ഇയാൾ നീട്ടി നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിശ്ചിത ആളുകൾ മാത്രമല്ല നിസ്കരിക്കാൻ വരിക, എന്നാൽ ഹഫഫ, അവൻ നിസ്കാരം വേഗമാക്കണം, വേഗം ഒഴിവാക്കി കൊടുക്കണം മൗമൂമിങ്ങളെ. ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ തഹ്ഖീഖിലും ശറഹുൽ മുഹദ്ദിബിലും ശറഹു മുസ്ലിമിലും ഒക്കെ ഈ കാര്യം പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ചോദ്യങ്ങളെ കുറെ ഉണ്ട്. ഇനിയിപ്പോ ഈ PM-ലൂടെയുള്ള മറുപടി മാത്രമല്ലേ, ഇപ്പൊ ഈ മജ്‌ലിസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും വാട്സപ്പിൽ കൂടെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോ മറുപടി കൂടി വേറെ വേറെ മെനക്കണ്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, മീൻ നന്നായി ക്ലീൻ ചെയ്യാതെ കഴിക്കാമോ? മീൻ നന്നായി ക്ലീൻ ചെയ്യാതെ കഴിക്കുക വെച്ചാല് വലിയ മീനിന്റെയും ചെറിയ മീനിന്റെ ഒക്കെ വിധി വേറെ വേറെയാണ്. ചെറിയ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ കാട്ടും മറ്റൊന്നും കളയൽ നിർബന്ധമില്ല എന്നാണ്. അതിനേക്കാളും കുറച്ചുകൂടി വലിയതാണെങ്കിൽ അതൊക്കെ കളയൽ നിർബന്ധമാണ്. പക്ഷെ അതേസമയത്ത് അതിന്റെ പാടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് വിരോധമില്ല. വലിയ മീനൊക്കെ ആണെങ്കിലോ അതെല്ലാം കളയും വേണം. അപ്പൊ മീനിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് അതിന്റെ കഴുകലിന്റെ. വലിയ മീനാ നിൽക്കുക, വലിയ വലിയ സ്രാവ് പോലെയുള്ള ഒക്കെ മീനൊക്കെയാണ്. അപ്പൊ അതിന്റെ കാട്ടും മറ്റോ അതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും കളയണം. എന്നാൽ പിന്നെ അത് മാത്രം പോരാ, അതിന്റെ പാടുകളൊക്കെ ഉണ്ടാവും, ഒരു കറുത്ത നിറമൊക്കെ ഉണ്ടാവും അവിടെ, അതൊക്കെ കളയണം. പിന്നെ അതിനേക്കാളും ചെറിയ മത്തി പോലെയുള്ളതൊക്കെ ആണെങ്കിലോ അപ്പൊ അതിന്റെ കാട്ടൊക്കെ കളഞ്ഞാൽ മതി, വേറെ പാടുകളൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ലെങ്കിലും തിരക്കണമൊന്നുമില്ല. വളരെ ചെറിയ മീനാണ് നിൽക്കുക, എന്നാ അപ്പൊ അന്ന് കളയും വേണ്ട. അതാണ് മീനിന്റെ എന്നെ നന്നാക്കണേന്റെ വിധി. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്റെ ഉപ്പാക്ക് സുഖമില്ല, നോമ്പ് നോൽക്കാൻ കഴിയില്ല, അപ്പൊ എങ്ങനെയാണ് മുദ്ദ് കൊടുക്കേണ്ടത്? ഒരാളെ ഒരു ദിവസം നോമ്പ് തുറപ്പിച്ചാൽ മുദ്ദ് വിടുമോ? ഇല്ലല്ല, അങ്ങനെയല്ല. നിങ്ങളുടെ ഉപ്പാക്ക് സുഖമില്ല, എങ്ങനത്തെ സുഖമില്ലാച്ചോ, ഇനി ഒരിക്കലും ആ അസുഖത്തിൽ നിന്ന് ഉപ്പ രക്ഷപ്പെട്ടുകൊണ്ട് നോമ്പൊക്കെ നോൽക്കാൻ ഉപ്പാക്ക് കഥാ കൂട്ടാൻ സാധിക്കൂടാനുള്ള കാര്യം അവിടേക്ക് എത്തിക്കണം നിൽക്കുക. എന്നാൽ പിന്നെ ഉപ്പാക്ക് നോമ്പ് നോൽക്കാൻ നിർബന്ധമില്ല. പിന്നെ എന്ത് മതി? പിന്നെ നോമ്പ് നോൽക്കും വേണ്ട, കഥാ കൂട്ടും വേണ്ട, ഓരോ ദിവസത്തും നോമ്പിനും ഓരോ മുദ്ദ് കൊടുത്താൽ മാത്രം മതി. അത് നിങ്ങൾ നോമ്പുറപ്പിക്കുന്നല്ല, അത് 650 ഗ്രാം ധാന്യം, അതായത് 650 ഗ്രാം പിന്നെ അരി പിന്നെ ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുത്താൽ മതി. അത് മതി. അല്ലാതെ നോമ്പുറപ്പിക്കാൻ ഓല നോമ്പുറപ്പിക്കലൊന്നുമല്ല, ഇതന്നെ വേണം, ധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഇറച്ചും പത്തിരിയും വാങ്ങാണ് വേണ്ടത്, അതല്ല കഞ്ഞി വെച്ച് കുടിക്കാണ് വേണ്ടത്, അതൊക്കെ ഓരാൻ തീരുമാനിക്കണ്ടേ. പിന്നെ ഇതാ ഒരു മുദ്ദിന് കൃത്യമായ അളവ് നമ്മൾ കണക്കാക്കിയുള്ളത് 650 ഗ്രാം. 650 ഗ്രാം. അപ്പോ സാധാരണ നമ്മുടെ നാട്ടിലെ കാര്യം ഒരു അരി വളരെ തൂക്കം കൂടിയ അരിയാന്നൊക്കെ അങ്ങനെ ഉണ്ടാവില്ലല്ലേ, അപ്പൊ അതനുസരിച്ച് കണക്കാക്കേണ്ടി വരും. സാധാരണ നമ്മുടെ നാടുകളിലെ ഒക്കെ വാങ്ങുന്ന അരി കൊണ്ട് 650 ഗ്രാം ആയാൽ ഒരു മുദ്ദാവും. അപ്പൊ അത്ര അരി നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണ അരിയാണല്ലോ, അരി ഭക്ഷണമാണല്ലോ. അപ്പൊ അത് ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കുക ഓരോ. ഇനി വാപ്പ കഥാ കൂട്ടണ വേണ്ട,
വാപ്പ നോമ്പ് ഖളാ വീട്ടും വേണ്ട. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് വാപ്പാക്ക് ഇപ്പൊ രോഗമുണ്ട്, ഈ രോഗത്തോടു കൂടി വാപ്പാക്ക് നോമ്പ് കൊടുക്കാൻ സാധിക്കൂല. ഈ രോഗം മാറിക്കൊണ്ട് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇനി നോമ്പ് ഖളാ വീട്ടാൻ സാധിക്കുമെന്നൊരു ധാരണയും ഇപ്പൊ ഇല്ല. അങ്ങനത്തെ അവസ്ഥയിൽ വാപ്പ എത്തിക്കുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? പിന്നെ ഞാൻ വേറെ ആരും നോമ്പ് നോൽക്കൊന്നും വേണ്ട, വാപ്പി നോമ്പ് നോൽക്കണ്ട, ഓരോ ദിവസത്തിനേക്കും ഓരോ മുദ്ദ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടയില്ല. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് മറ്റുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ അല്ലാഹുവേ, ഗഫാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക്, ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക്, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിന് ഉസ്താദുമാർ, മശായിഖുമാർ, ശിഷ്യന്മാർ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ മേൽ ഹക്കുള്ളവർ, എല്ലാവർക്കും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ. പടച്ചവനെ,